മത്തായി എന്ന സുവിശേഷകൻ പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത് കിങ്ഡം ഓഫ് ഹെവൻ, ദൈവത്തിന്റെ രാജ്യം. ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ച് 1-ാമത്തെ അധ്യായം മുതൽ ആ രാജ്യത്തിന്റെ സങ്കല്പം, ആ രാജ്യത്തിന്റെ നീതി, ആ രാജ്യത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികൾ, അതൊക്കെയാണ് ജീനിയോളജിയിൽ, വംശാവലി കാണുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ രാജാവ് ഉണ്ടാകുന്നു. 3-ാമത്തെ അധ്യായത്തിൽ രാജാവ് വരുന്നു, രാജ്യം വരുന്നു. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയാണ്, മാനസാന്തരപ്പെടണം, റിപ്പന്റ്, ഫോർ ദ കിങ്ഡം ഓഫ് ഹെവൻ ഇസ് അറ്റ് ഹാൻഡ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. 4-ാമത്തെ അധ്യായത്തിൽ രാജ്യം സ്ഥാപിതമാക്കുവാൻ വരുന്ന രാജാവിന്റെ പരീക്ഷയും. വാസ്തവത്തിൽ 5 മുതൽ 7 വരെ ഗിരിപ്രഭാഷണം രാജാവിന്റെ 1-ാമത്തെ പ്രസംഗമാണ്, സെർമൺ ഓൺ ദ മൗണ്ട്. ആ ഒരു രാജ്യത്വത്തിന്റെ, കിങ്ഡം ഓഫ് ഹെവന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് ആൾക്കാർ അതിനെ മനസ്സിലാക്കുന്നത്. ആ ഉപദേശങ്ങളൊക്കെ കിങ്ഡം ഓഫ് ഗോഡ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ വേർഡ്സ്, വാക്കുകളിലൂടെ. ഇതാ പ്രതീക്ഷിക്കേണ്ടത്. ഈ വലിയ രാജ്യം ഇറങ്ങി വരുമ്പോ, മനുഷ്യരുടെ ഇടയിലേക്ക് വരുമ്പോ, മനുഷ്യരുടെ ഉള്ളി വരുമ്പോ, ഒരുവനിൽ രാജ്യമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയണമെങ്കിൽ 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ യേശു കർത്താവിന്റെ പഠിപ്പിക്കൽ. അതിന്റെ അവസാനം ഒന്ന് ശ്രദ്ധിച്ചാൽ 7-ാമത്തെ അധ്യായം 28-ാം വാക്യത്തിൽ ഈ രാജ്യം മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലുള്ള അനുഭവം അല്ല എന്ന് 7:28 when Jesus had finished saying these things, രാജ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ, രാജ്യത്തിന്റെ നീതിയെക്കുറിച്ച്, സമ്പൽ വ്യവസ്ഥയെക്കുറിച്ച്, അന്യോന്യമുള്ള ബന്ധത്തെക്കുറിച്ച്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ they were amazed, അവർ ആശ്ചര്യപ്പെട്ടു. ഇങ്ങനത്തെ ഒരു രാജ്യമോ? ഇതെവിടെ ഇറങ്ങി വരും? ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് പരിചയമുള്ള രാജ്യവും രാജാവും ഒക്കെ വലിയ പോംപ് ആൻഡ് ഗ്ലോറി, ഭയങ്കര ബ്യൂട്ടിഫുള്ളായ കൊട്ടാരത്തിൽ നടക്കുന്ന രാജാവ്. അന്നത്തെ റോമൻ പീസ് എന്ന് പറയുന്നത് വളരെ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ളൊരു സമാധാനം. ആരും അന്യോന്യം അങ്ങനെയുള്ള സമാധാനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ അവരെ ശിക്ഷണ നടപടിയിൽ പ്രവേശിപ്പിക്കുന്ന അങ്ങനെ ഒരു സമാധാനം. പക്ഷെ ഇവിടെ ഒരു വ്യത്യസ്തനായ രാജാവ്, രാജ്യം, ഉപദേശങ്ങൾ, വിപ്ലവകരമായ ഉപദേശം. കേൾക്കുന്നവർ ആശ്ചര്യപ്പെടുന്നു. എന്നിട്ട് ആശ്ചര്യപ്പെടുക മാത്രമല്ല, കിങ്ഡം ഓഫ് ഗോഡ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ വേർഡ്സ് കഴിഞ്ഞിട്ട് 5, 6, 7 അധ്യായം കഴിഞ്ഞിട്ട്, നമ്മുടെ കുറിവാക്യം കിടക്കുന്നത് 9-ാമത്തെ അധ്യായത്തിലായതുകൊണ്ട് 8ഉം 9ഉം അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, അതിൽ കാണുന്നത് കിങ്ഡം ഓഫ് ഗോഡ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ വേർഡ്സ് അല്ല, വർക്ക്സ്, വാക്കുകളല്ല, രാജാവിന്റെ കുറച്ച് പ്രവർത്തികൾ. അതിൽ എത്ര പ്രവർത്തികളാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ 8, 9 അധ്യായങ്ങളിൽ 10 അത്ഭുതങ്ങൾ എഴുതിയിരിക്കുകയാണ്. തെരഞ്ഞെടുത്ത് മത്തായി 10 അധ്യായങ്ങൾ, 10 അത്ഭുതങ്ങൾ. എന്താ 10ന്റെ കാരണം? 11 ആകാത്ത എന്താ? 9 ആകാത്ത എന്താ? ഒരു പക്ഷെങ്കിൽ മത്തായി എന്ന എഴുത്തുകാരൻ മനസ്സിൽ ഭാവന ചെയ്തിരിക്കുന്നത്, മോശയിലൂടെ മിസ്രൈം ദേശത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നപ്പോൾ 10 ബാധകൾ ഉണ്ടായിരുന്നു. 5-ാമത്തെ അധ്യായത്തിൽ യേശു എവിടെയാന്ന് ചോദിച്ചാൽ മലയുടെ മുകളിൽ ഒരു പുതിയ മോശ. ആവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ മോശ പറഞ്ഞു, ഞാനല്ല അൾട്ടിമേറ്റ്, ഞാനല്ല എല്ലാത്തിൻ്റെയും ഗോൾ, എന്നെ പോലൊരു പ്രവാചകൻ വരും. യേശു മലമേൽ നിന്നോണ്ട് പറയാണ്, എല്ലാരും എൻ്റെ അടുക്ക് വരണം, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ മോശയുടെ ന്യായപ്രമാണത്തിൽ, ഞാനോ നിങ്ങളോട് പറയുന്നത് പുതിയ മോശ. അതിന് സമമായി 10 ബാധകൾക്ക് സമമായി 10 അത്ഭുതങ്ങൾ എഴുതിയിരിക്കുന്നു. നോക്കിയേ വേഗത്തിൽ ആ 10 അത്ഭുതങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുമോ, തിരിച്ചറിയാൻ ഒക്കുമോ എന്ന് ശ്രമിച്ചേ. 1-ാമത് കുഷ്ഠരോഗിയെ ശുദ്ധമാക്കുന്നു. 2-ാമത് ആ സെഞ്ചൂറിയൻസ് സെർവന്റിനെ സൗഖ്യമാക്കുന്നു. 3-ാമത്തെ അത്ഭുതം പത്രോസിന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കുന്നു. 4-ാമത് കാറ്റിനെ ശാസിക്കുന്നു. 5-ാമത് ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കുന്നു, വിടുവിക്കുന്നു. 6-ാമത് ആ പാരലൈസ്ഡ് മാനെ, പക്ഷവാതക്കാരനെ സൗഖ്യമാക്കുന്നു. 7-ാമത് ഒരു ഡെഡ് ഗേളിനെ യേശു ഉയർപ്പിക്കുന്നു. 8-ാമത് ഒരു സിക്ക് വുമനെ സൗഖ്യമാക്കുന്നു. 9-ാമത് ഒരു കുരുടനെ സൗഖ്യമാക്കുന്നു.
10ാമത് ഊമനെ സൗഖ്യമാക്കുന്നു. 10 അത്ഭുതങ്ങൾ. പക്ഷെ ഈ അത്ഭുതങ്ങൾക്ക് എല്ലാം പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് അതിന്റെ ആദ്യത്തെ 3 അത്ഭുതങ്ങൾ നോക്കിയാൽ, 1ാമത്തെ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന യഹൂദനെ സംബന്ധിച്ച്, ന്യായപ്രമാണം നല്ലതായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, യേശുവിന്റെ 1ാമത്തെ അത്ഭുതം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. അവിടെ കുഷ്ഠരോഗി പറയുന്നത്, came and knelt before him, യേശുവിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട്, Lord, if you are willing, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, you can make me clean, എന്നെ ശുദ്ധമാക്കാം. പക്ഷെ 3ാം വാക്യത്തിൽ യേശു ചെയ്യുന്നത്, ഞാൻ നിന്നെ ശുദ്ധമാക്കുന്നു എന്ന് പറയുകയല്ല. Jesus reached out his hand and touched the man. യേശു കൈ നീട്ടി ഈ കുഷ്ഠരോഗിയെ തൊടുന്നു. എന്താണ് അതിന്റെ പ്രാധാന്യം? ഇതാ രാജ്യം. ഉപദേശം മനസ്സിലാക്കാൻ ഒക്കുന്നില്ല. അതാണ് 7ാമത്തെ അധ്യായം 28 ഉപദേശത്തിൽ ഇടറിപ്പോകുന്നു, അമേസ്ഡ് ആകുന്നു. രാജാവിന്റെ പ്രവൃത്തിയോ അന്ന് വരെ കണ്ട് പരിചയമില്ലാത്ത, അന്ന് വരെ പാപമെന്ന് കരുതിയത് അല്ലേ? ലേവ്യ പുസ്തകത്തിൽ ഹോളിനെസിന്റെ നിയമത്തിൽ ക്ലീൻ അൺക്ലീൻ എന്നുള്ള നിയമങ്ങളിൽ കുഷ്ഠരോഗിയെ തൊടുക എന്നോ നീ അശുദ്ധനാകും എന്ന് പഠിച്ചു വെച്ചിരിക്കുന്ന സംസ്കാരത്തിൽ, ആ പഠിച്ചു വെച്ചിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള ജീവിതത്തിൽ യേശു കൈനീട്ടി കുഷ്ഠരോഗിയെ തൊടുന്നു. കണ്ടു നിന്നവർ ആശ്ചര്യപ്പെട്ട് കാണും, ഇത് ഏത് രാജ്യമാണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് വചനവിരുദ്ധമായ രാജ്യം എന്ന് അവർ പറഞ്ഞു കാണും. ഇത് ദൈവത്തിന്റെ രാജ്യമല്ല എന്നവർ പറഞ്ഞു കാണും. കാരണം ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധ്യമാകുന്നു. ഇതാണ് ദൈവപുത്രനെങ്കിൽ, ഇതാണ് ദൈവത്തിന്റെ രാജ്യമെങ്കിൽ, ഞങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്ന ബൈബിളുമായി ചേർന്ന് പോകണ്ടേ എന്നല്ലേ യഹൂദന് തോന്നുന്നത്. ഇതെങ്ങനെ ഔട്ട് ഓഫ് ദ വേ പ്രവർത്തിക്കുന്നത്? 2ാമത്തെ അത്ഭുതം ഒരു യഹൂദനെ സംബന്ധിച്ച്, യഹൂദൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ഞാനൊരു ജാതിയെ പോലെ അല്ലാത്തതിനായി സ്തോത്രം. 2ാമത്തെ അത്ഭുതം ആ സെഞ്ചൂറിയൻസിന്റെ സെർവന്റിനെ സൗഖ്യമാക്കിയിട്ട് എന്താണ് അവിടെ പറയുന്നത്? ഒരു വിപ്ലവകരമായ കാര്യം യേശു പറയുന്നുണ്ട്. അതിന്റെ 8ാമത്തെ അധ്യായം 10ാമത്തെ വാക്യത്തിൽ, Truly I tell you, I have not found anyone in Israel with such great faith. ഇസ്രായേലിൽ എങ്ങും ഇങ്ങനത്തെ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് യേശു പറയുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ആ സ്വയനീതിയുള്ള യഹൂദൻ, ന്യായപ്രമാണം എനിക്ക് കിട്ടി, മോശ എന്റെ നേതാവ്, അബ്രഹാം ഞങ്ങളുടെ പിതാവ്, അവരെ കേൾക്കെ യേശു പറയാ, നിങ്ങളിൽ ഒന്നും ഇല്ലാത്ത ഒരു വിശ്വാസം ഇവനിലുണ്ട്. ഈ ജാതികരിൽ ഉൾക്കൊള്ളാൻ ഒക്കത്തില്ല ആളുകൾക്ക്. യേശുവിന്റെ ഉപദേശം ഉൾക്കൊള്ളാൻ ഒക്കാത്ത ഒരു സമൂഹം, പ്രവൃത്തി ഒട്ടുമേ ഉൾക്കൊള്ളാൻ ഒക്കുന്നില്ല. ലെപ്പറിനെ സ്പർശിക്കുന്ന യേശു ഒരു ജാതികനായ മനുഷ്യനെ നോക്കി കാണിക്കുകയാണ്, ഇവന്റെ ഈ വിശ്വാസം നിങ്ങളിലൊന്നും ഇല്ല. എന്നിട്ട് അടുത്ത അത്ഭുതം, പത്രോസിന്റെ അമ്മായി അമ്മയ്ക്ക് 1ാമത്തെ നൂറ്റാണ്ടിൽ യഹൂദന്മാരുടെ ഇടയ്ക്ക് ഒരു കോർട്ട് സ്പെഷ്യലായിട്ടുണ്ട് ടെമ്പിളിൽ, കോർട്ട് ഫോർ വിമൻ. സ്ത്രീകൾക്ക് തുല്യമായ പ്രാധാന്യം ഇല്ലാതിരുന്ന സംസ്കാരത്തിൽ 3ാമത്തെ അത്ഭുതം മത്തായി തെരഞ്ഞെടുത്ത് എഴുതിയിരിക്കുക. നോക്കി അത്ഭുതങ്ങൾ. കുഷ്ഠരോഗിയെ സ്പർശിക്കുന്ന യേശുവിനെ ഉൾക്കൊള്ളാൻ ഒക്കുന്നില്ല. ആ സെഞ്ചുറിയന്റെ സെർവന്റിനെ സൗഖ്യമാക്കിയിട്ട് വിശ്വാസത്തെ പരമോന്നതമായി പറയുന്ന യേശുവിനെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ഈ പത്രോസിന്റെ അമ്മായി അമ്മയ്ക്ക് വേണ്ടി സമയമുള്ള യേശുവിനെ അന്നത്തെ ആൾക്കാർ പറയും, മതത്തിന്റെ കസ്റ്റോഡിയൻസ് ആയ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോ ഫോർ വിമൻ, ഒരു വുമണിന് വേണ്ടി, ഈ പത്രോസിന്റെ അമ്മായി അമ്മയ്ക്ക് വേണ്ടി നിനക്ക് സമയമുണ്ടോ? ഇതൊക്കെയാണോ വലിയ കാര്യം? അങ്ങനെ പറഞ്ഞ് ഈ 9ാം അധ്യായം ഈ 17ാമത്തെ വാക്യം, നമ്മുടെ കുറിവാക്യം മനസ്സിലാക്കണമെങ്കിൽ ഈ അധ്യായത്തിൽ 3 കൂട്ടരെ നമുക്ക് ഈ സുവിശേഷകൻ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. നോക്കിയ 3 കൂട്ടര് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 9ാമത്തെ അധ്യായം 3ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിക്കാമോ? 9ന്റെ 3ാമത്തെ വാക്യം. എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. 1ാമത്തെ ഗ്രൂപ്പ് ശാസ്ത്രിമാർ. 9ാമത്തെ അധ്യായത്തിൽ 3 ഗ്രൂപ്പുകളെ കാണാം. യേശുവിനെ മനസ്സിലാക്കാൻ ഒക്കാത്ത 1ാമത്തെ ഗ്രൂപ്പ് ശാസ്ത്രിമാർ. ഇവരാരാണ്? ഇവര് മോശക്കാരാണോ? ശാസ്ത്രിമാരെന്ന് പറഞ്ഞാൽ ബൈബിള് വായിച്ച് പഠിച്ച് വ്യാഖ്യാനം ചെയ്യുന്ന, പകർത്തിയെഴുത്ത് നടക്കുന്ന,
അന്നത്തെ കാലത്തിൽ യഹൂദ മതത്തിന്റെ കീഴിൽ ശാസ്ത്രിമാരുടെ വില എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ ഒക്കുന്നതിലപ്പുറമാണ്. ഇതൊരു യഹൂദ സിനഗോഗ് ആയിരുന്നെങ്കിൽ, നമ്മളെല്ലാരും ഇവിടെ വന്നിരിക്കുകയാണ്, ഇതൊരു യഹൂദ സിനഗോഗ് ആണെങ്കിൽ ഒരു ശാസ്ത്രി വന്നാൽ എഴുന്നേറ്റ് നിൽക്കും. സാധാരണ ആൾക്കാർ ഇരിക്കുന്നിടത്തല്ല ഇരിക്കാൻ പോകുന്നത്. പ്രധാനമായ ഒരു കസേര കൊടുക്കും. ബൈബിളിന്റെ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കണം, ശാസ്ത്രിയോട് ചോദിക്കണം. കാരണം 24 മണിക്കൂറും ഇതിന്റെ കൂടെ ആള്. ഒരു ബൈബിൾ കോളേജ് ആണെങ്കിൽ അതിന്റെ പ്രസിഡന്റാണ് ഈ ശാസ്ത്രി. അതിന്റെ യവനായ പദം, അതിന്റെ എബ്രായ പദം, അതിന്റെ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അറിയാവുന്ന ആളാണ് ശാസ്ത്രി. രണ്ടാമത്തെ ഗ്രൂപ്പ് ശ്രദ്ധിച്ച് 9-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ, ശാസ്ത്രി മാത്രമല്ല 9-ാം അധ്യായത്തിലുള്ളത്, 11-ാമത്തെ വാക്യം വായിക്കാമോ? പരീശന്മാർ അത് കണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പ് ശാസ്ത്രി മതം നല്ലായിട്ട് പഠിച്ച ടീച്ചർ ആണെങ്കിൽ, പരീശൻ എന്നുള്ളത് ഒരു പോപ്പുലർ തിയോളജിയനാണ്. ശാസ്ത്രി സാധാരണ മനുഷ്യരിൽ നിന്ന് ഒരുപാട് അകന്ന് ഉള്ളയാളാണ്. കാരണം അറിവ് കൊണ്ടും ആ പ്രവർത്തന മേഖല കൊണ്ടും എല്ലാവരിലേക്കും ഇറങ്ങി ചെല്ലത്തില്ല. പരീശനെ സംബന്ധിച്ച് കോമൺ മനുഷ്യന്റെ ഇടയിൽ ഒരു ജംഗ്ഷനിൽ ഇരിക്കുമ്പോൾ പരീശൻ നടന്നു പോവുകയാണെങ്കിൽ, അയ്യോ നമ്മുടെ കൂടെ ഇരുന്ന് കുറച്ചു നേരം ഒന്ന് സംസാരിക്കാമോ? ശാസ്ത്രിയെ അങ്ങനെ വിളിക്കത്തില്ല. ശാസ്ത്രി ഇച്ചിരിയും കൂടെ ഉന്നതമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. ഒരു പോപ്പുലർ തിയോളജിയൻ പരീശൻ. അവനെ എല്ലാവരും, അന്നത്തെ കാലത്ത് ഒരുപക്ഷെ 5000-6000 പരീശന്മാർ കാണും. 1-ാം നൂറ്റാണ്ടിൽ ഏറ്റവും ആൾക്കാർ ബഹുമാനിച്ചിരുന്ന, പ്രാർത്ഥിക്കാൻ എല്ലാരെയും പഠിപ്പിക്കുന്ന, ഉപവാസത്തെക്കുറിച്ച് വ്യക്തമായ നിബന്ധനകൾ നൽകുന്ന മതത്തിന്റെ മുഖമാണ് ഈ പരീശൻ. ശാസ്ത്രിയും പരീശനൂടെ ഒരുമിച്ചൊരു സ്റ്റേജിൽ നിന്ന അതിന്റെ അർത്ഥം പൂർണ്ണമായി ഇതിനപ്പുറമായി ഒന്നുമില്ല. തിയോളജിയൻ നിൽക്കുന്നു, ആ ഹെവി വെയിറ്റ് ആയ ശാസ്ത്രി. അതിന്റെ അപ്പുറത്ത് പോപ്പുലർ തിയോളജിയനായ പരീശൻ നിൽക്കുന്നു. ഒരു സ്റ്റേജ് ഈ രണ്ടുപേരെയും കൂടെ കണ്ടാൽ, അടുത്തൊരു കൂട്ടരുണ്ട്, അവരെയും കൂടെ കണ്ടാൽ പിന്നെ 1-ാം നൂറ്റാണ്ടിൽ അതിനപ്പുറമായി ഒന്നുമില്ല. 9-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാന്റെ ശിഷ്യന്മാർ, ശാസ്ത്രിയും പരീശനും അതിന്റെ കൂടെ ജോൺസ് ഡിസൈപ്പിൾസ്. ആരാ ഈ ജോൺസ് ഡിസൈപ്പിൾസ്? വിപ്ലവമായ സന്ദേശം പറഞ്ഞുകൊണ്ട് വന്ന യോഹന്നാന്റെ കൂടെ ചേർന്ന് ആ ഒരു ജീവിത ശൈലി അഡോപ്റ്റ് ചെയ്ത്, സ്നാനത്തിന് മുൻതൂക്കം കൊടുത്ത് മാനസാന്തരത്തിന്റെ സന്ദേശം വിളിച്ചു പറയുന്ന ഈ ശാസ്ത്രീയെയും പരീശന്റെയും ഒപ്പം നിൽക്കുന്ന, കുറച്ചുകൂടെ പറഞ്ഞാൽ ചിലപ്പോൾ അതിലേക്കാട്ടിൽ കൂടുതൽ അടുത്ത് നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന 3 കൂട്ടർ ഈ 9-ാമത്തെ അധ്യായത്തിൽ. 3 കൂട്ടർക്കും യേശുവിനെയോ രാജ്യത്തെയോ മനസ്സിലാക്കാൻ സാധിക്കുന്നേയില്ല. അതാണ് എന്നെ വളരെയധികം അസ്വസ്ഥതപ്പെടുത്തുന്ന വാക്കുകൾ. ഈ കാലഘട്ടത്തിൽ, ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ ശാസ്ത്രിക്കും പരീശനും യോഹന്നാന്റെ ശിഷ്യനും എല്ലാം സമമായിട്ട് നിൽക്കുന്നത് ചുങ്കക്കാരും പാപികളുമോ, അല്ലെങ്കിൽ ലോകത്തിന് അനുരൂപമായിട്ട് ഇന്നത്തെ ഈ ദിവസം, ഞായറാഴ്ച ദിവസം രാവിലെ വല്ല ടെലിവിഷന്റെ മുമ്പിലോ വല്ല പാർക്കിലോ ലുലു മോളിലോ പോയി സമയം ചെലവഴിക്കുന്നവരല്ല. ഈ പരീശനും ശാസ്ത്രിക്കും യോഹന്നാന്റെ ശിഷ്യനും സമമായി നിൽക്കുന്നവർ ഇന്നത്തെ ഈ ദിവസം ബൈബിൾ കയ്യിൽ ഉള്ളവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവവചനം എനിക്കറിയാം, കേൾക്കണം, പഠിക്കണം, അത് പറയുന്നവരാണ്. അപ്പോൾ ഒരു വലിയ അപകടം എന്ന് പറയുന്നത്, വാസ്തവത്തിൽ ആ 2-ാമത്തെ അധ്യായത്തിൽ ഹെരോദ് ചോദിക്കുമ്പോൾ ഹെരോദിന് മനസ്സിലായി യേശു വരുന്നു, രാജാവ് വരുന്നു, ജനിക്കുന്നത്. ഉടനെ ഹെരോദ് ചോദിക്കുന്നത് ആരോടാ? ഹെരോദ് ചോദിക്കുന്നത്, മത്തായി നിന്നോട് ഞാൻ ചോദിക്കട്ടെ, എവിടാ യേശു ജനിക്കുന്നത്? മത്തായോട് ചോദിച്ച ഉത്തരം കിട്ടത്തില്ല. 2-ാമത്തെ അധ്യായത്തിൽ നോക്കിക്കേ, അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ, when he had all called together all the people's chief priests and teachers of the law, സ്ക്രൈബ്സിനെ വിളിച്ചാണ്. ആ നമ്മള് 9-ാമത്തെ അധ്യായത്തിൽ കണ്ട ആദ്യത്തെ കൂട്ടരെ വിളിച്ചാണ് ഹെരോദ് പോലും ബൈബിളിലെ ഡൗട്ട് ചോദിക്കുന്നത്, എവിടാ യേശു ജനിക്കുന്നത്? കറക്റ്റായ ഉത്തരം അറിയാം അവർക്ക്. പക്ഷേ ഇവരെ കുറിച്ച് 9-ാമത്തെ അധ്യായത്തിൽ യേശു ചെയ്ത ചില കാര്യങ്ങൾ, 9-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം മുതൽ നോക്കിയാൽ അവിടെ നടക്കുന്ന ഒരു കാര്യം,
യേശു ചുങ്കക്കാരനായ മത്തായിയുടെ വീട്ടിലിരുന്ന് ഡിന്നർ കഴിക്കുക. 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 9-ാമത്തെ വാക്യം. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അടുത്ത വാക്യം കൂടെ. അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. ഇത് കുഷ്ഠരോഗിയെ തൊട്ടതിനെക്കാട്ടിൽ പ്രയാസമാണ് ഇവർക്ക്. ഇത് സെഞ്ചൂറിയന്റെ വിശ്വാസത്തെ കുറിച്ച് ഉന്നതമായി പറഞ്ഞതിനെക്കാട്ടി പ്രയാസമുള്ള കാര്യമാണിത്. പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് സമയം കൊടുത്ത് സൗഖ്യമാക്കിയതിനെക്കാട്ടി പ്രയാസമുള്ള കാര്യമാണിത്. കാരണം ഈ പരീശന്റെ കയ്യിലിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം ഇത് തെറ്റായ കാര്യമാണ്. അശുദ്ധി വിശുദ്ധി നിയമങ്ങളിൽ ചുങ്കക്കാരനായ പാപിയായ ഒരു മനുഷ്യന്റെ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണോ ദൈവപുത്രൻ? ഇതാണോ സ്വർഗരാജ്യം? ഇതാണ് മനസ്സിൽ വരുന്നത്. എന്നിട്ടാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, 11-ാമത്തെ വാക്യത്തിൽ, പരീശൻ ഇത് കണ്ടിട്ട്, why does your teacher eat with tax collectors and sinners? നിങ്ങളുടെ ഗുരു ഈ ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്ത്? ഇത് എവിടത്തെ നിയമമാ? ഇത് ഏത് രാജ്യമാ? ഇത് ഏത് ബൈബിളാ? ഇതാ ചോദ്യം. എന്നെ ഇത് വളരെ ചിന്തിപ്പിച്ചു ദൈവമക്കളെ. നമ്മുടെ ബൈബിൾ വായനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പരീശന്റെ കയ്യിൽ ബൈബിൾ ഇരിപ്പുണ്ട്. ബൈബിള് വായിച്ച് പഠിച്ച് ആ ബൈബിളിന്റെ അറിവ് ദൈവരാജ്യത്തിൽ നിന്നും അവനെ അകറ്റി, അടുപ്പിച്ചില്ല, അവനെ അകറ്റി. എന്തുകൊണ്ടാ പരീശ കുഷ്ഠരോഗിയെ ശുദ്ധമാക്കുന്നത് ഉൾക്കൊള്ളാനൊക്കാത്തത്? എന്റെ ബൈബിൾ. എന്തുകൊണ്ടാണ് ഈ സെഞ്ചൂറിയന്റെ വിശ്വാസത്തെ നിനക്ക് ഉൾക്കൊള്ളാനൊക്കാത്തത്? എന്റെ ബൈബിൾ. എന്തുകൊണ്ടാ ചുങ്കക്കാരനായ മത്തായിയുടെ കൂടെ യേശു ഇരിക്കുമ്പോ അതിനെ ഉൾക്കൊള്ളാതെ ചോദ്യം ചോദിച്ചുകൊണ്ട് നടക്കുന്നത്? എന്റെ ബൈബിൾ, മൈ വേർഡ് പീപ്പിളിനാണ് പ്രശ്നം. വേർഡ് അറിയാത്തവർക്കല്ല പ്രശ്നം. വചനം അറിയാവുന്നവർക്കാണ് ദൈവരാജ്യം മനസ്സിലാക്കാൻ ഒക്കാതായി പോയത്. എന്നെ എന്നിട്ട് ചിന്തിപ്പിക്കുന്നത് അതിന്റെ 21-ാമത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷം 21-43 വാക്യത്തിൽ, അതെല്ലാരും ശ്രദ്ധിക്കണമേ. 21-43 ഇവരിങ്ങനെ ഈ യേശുവിനെയും രാജ്യത്തെയും മനസ്സിലാക്കാൻ ഒക്കാതെ അവരുടെ അറിവ് അവരെ ദൈവത്തിങ്കൽ നിന്ന് അകറ്റി വന്നപ്പോ യേശു കർത്താവ് ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ശാസ്ത്രിയെ, പരീശനെ, നിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാനാണ് ദൈവത്തിന് ഇഷ്ടം. നിന്നിലൂടെ ഈ രാജ്യം വെളിപ്പെടണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിനക്കിതൊന്നും മനസ്സിലാകുന്നില്ല. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയിൽ വരുന്നു, പാട്ടുപാടുന്നു, നിന്നെ ഉപയോഗിക്കണം, എന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. പരീശൻ എന്നുള്ളത് ഒരു മോശക്കാരനല്ല. പരീശൻ എന്ന വാക്കിന്റെ അർത്ഥം സെപ്പറേറ്റഡ് വൺ, വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി ഹൃദയമിടിപ്പുള്ളവൻ. ശാസ്ത്രി എന്നുള്ളത് ഒരു മോശക്കാരനല്ല. ബൈബിൾ പഠിക്കുന്നത് മോശമാണോ? ബൈബിൾ പഠിക്കുന്നത് അഴുക്കാണോ? പക്ഷെ ഈ വാക്യം യേശു കർത്താവ് പറയുക, നിന്റെ കയ്യിൽ നിന്നും, നിങ്ങളുടെ പക്കൽ നിന്ന് ഇത് എടുത്തു മാറ്റും എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ വെളിപ്പെടുത്താൻ നിങ്ങൾക്ക് അവസരം ഇനി ഉണ്ടാകുകയില്ല. അയ്യോ, ഞങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ, ഞങ്ങളുടെ കയ്യിൽ പ്രസംഗം ഉണ്ടല്ലോ. പക്ഷെ രാജാവ് പറയുക, ഐ ആം സോറി, നിങ്ങളിലൂടെ ഈ രാജ്യം വെളിപ്പെടത്തില്ല. അതിന്റെ ഫലം കൊടുക്കുന്നവർക്ക്, അങ്ങനല്ലേ, അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താ ഈ ഫലം? രാജ്യത്തിന്റെ ഫലം എന്താ? ചിന്തിക്കണം നമുക്ക് ഇന്നത്തെ ദിവസം. വാട്ട് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ദ കിങ്ഡം? പരീശൻ ഇല്ലാതായി പോയത് എന്താണ്? ശാസ്ത്രിയോട് എന്താ ഇത്ര തീവ്രമായ രീതി പറയുന്നത്? അവസാനിപ്പിച്ചു, നിന്നെ ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ബൈബിൾ അറിയാവുന്ന പരീശ, ബൈബിൾ അറിയാവുന്ന ശാസ്ത്രിയെ നിന്നെ മാറ്റുകയാണ്. ഇതിന്റെ ഫലം കൊടുക്കുന്ന, അങ്ങനെയാണെങ്കിൽ എന്താ ഫലം? പഠനമാണോ ഫലം?
എന്താ ഈ രാജ്യത്തിന്റെ ഫലം? വാസ്തവത്തിൽ 21:43 നമ്മൾ വായിക്കുമ്പോ ഏത് ഭാഗമായിരിക്കും പഴയ നിയമത്തിലെ ഭാഗം നമ്മുടെ മനസ്സിൽ വരുന്നത്? 1 ശമൂവേൽ 15:28 ആയിരിക്കും നല്ലൊരാൾക്കാരുടെ മനസ്സിൽ വരാൻ സാധ്യത. 1 ശമൂവേൽ 15:28 ശമൂവേൽ ശൗലിനോട് പറയുന്നതാ, യഹോവ ഇന്ന് നിന്നെ ഇസ്രായേലിന്റെ രാജ്യത്വം നിങ്ങൾ നിന്ന് കീറി നിന്നേക്കാൾ ഉത്തമനായ നിന്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു. രാജ്യത്വം നിന്റെ കയ്യിൽ നിന്ന്, ശൗലേ, യു ആർ ഫെയിലിംഗ്, ഇറ്റ്സ് ഗോയിങ് ടു ബി റിമൂവ്ഡ് ഫ്രം യു. നിങ്ങൾ നിന്ന് കീറി വേറൊരാളെ കൊടുക്കും. ആ ലാംഗ്വേജ്. എന്നിട്ട് ചിലപ്പം എസ്കേൽ 34:10 കാണും. ഈ പരീശനും ശാസ്ത്രിയും അധ്യാപകരും പഠിപ്പീരും എല്ലാം കൂടെ ആയോണ്ട് എസ്കേൽ 34:10 യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇടയന്മാർക്ക് വിരോധമായിരിക്കുന്നു, ഞാൻ എൻ്റെ ആടുകളെ അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് എന്ന് പറഞ്ഞാൽ ആ 21 നടക്കുന്ന എന്താണെന്നറിയാമോ? ഈ മത്തായിയുടെ സുവിശേഷം 21:43 നടക്കുന്നത് ഒരു വലിയ റെസ്ക്യൂ നടക്കുക. റെസ്ക്യൂ. ആരാ റെസ്ക്യൂ ചെയ്യുന്നത്? രാജ്യത്തിലെ രാജാവ് പറയുക, നിന്റെ അടുത്തു നിന്നും രാജ്യം മാറ്റുമെന്ന് പറഞ്ഞാൽ നിനക്കിനി ഈ ആടിനെ മേയ്ക്കാൻ ഞാൻ അവസരം തരത്തില്ല. നിന്റെ കീഴിൽ ആടാണെങ്കിൽ, ബൈബിള് പഠിക്കുന്ന നിന്റെ കീഴിലാണ് ആടെങ്കിൽ, ഈ ആടിനെ കുറിച്ച് പറയുന്നത് 9:36 മത്തായിയുടെ സുവിശേഷം 9:36 ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടു. എന്താ കിങ്ഡം എടുത്ത് മാറ്റാൻ കാര്യം ചോദിച്ചാൽ ചിന്നിയവരായി കണ്ടു. പരീശന്മാരുടെ കീഴിൽ, ശാസ്ത്രിയുടെ കീഴിൽ ആൾക്കാരെല്ലാം കൂടി ഇരുന്ന് പഠിക്കുക, പക്ഷെ ചിന്നിയവർ, അവരിടയിലില്ലാത്തവരെ പോലെ കുഴഞ്ഞവരായി കണ്ടു. ഇതന്നെ എസ്കേല് പറഞ്ഞത്, ഞാൻ ഇടയന്മാർക്ക് വിരോധമാണ്, ഞാൻ എൻ്റെ ആടുകളെ അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് ആടുകളെ മേയ്ക്കുന്ന വേലയിൽ നിന്ന് അവരെ നീക്കിക്കളയും. ഇടയന്മാർ ഇനി തങ്ങളെ തന്നെ മേയ്ക്കയില്ല, എൻ്റെ ആടുകളെ അവർക്ക് ഇരയാകാതിരിക്കേണ്ടതിന്. ആ വാക്ക് കണ്ടോ? എൻ്റെ ആടുകൾ, ദൈവം പറയാ, എൻ്റെ ആടുകൾ അവർക്ക് ഇരയാകാതിരിക്കേണ്ടതിന്. മത്തായിയുടെ സുവിശേഷം 21:43 എന്താ പറയുന്നത്? നിനക്ക് ഇരയാക്കാൻ വേണ്ടി ഇനി തരത്തില്ല, നീക്കും, നിന്നെ നീക്കും. ഈ രാജ്യത്തെ വെളിപ്പെടുത്തുന്ന, ഇതിന്റെ ഫലം വെളിപ്പെടുത്തുന്ന ഒരു കൂട്ടറായി കൊടുക്കും. അപ്പൊ പഠിച്ചതൊക്കെ അവിടെ ഇരിക്കും. അപ്പൊ നോട്ട് എഴുതിയതോ അതെല്ലാം അവിടെ ഇരിക്കും. അതറിയാമല്ലോ, വിശുദ്ധി, അതെല്ലാം അവിടെ ഇരിക്കും. ഇതിന്റെ ഫലം വേണം. ഏതാ ഫലം? ഏത് ഫലത്തിന്റെ കാര്യമായി യേശു കർത്താവ് പറയുന്നത്? എന്താ ഇത്ര വലിയ പ്രശ്നം യേശുവിന് ഈ കൂട്ടരോട്? ഇത് മാത്രമല്ലല്ലോ, 21:43 ഒരു ക്ലൈമാക്സാ. ഇതിന്റെ മുമ്പിൽ യേശു പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾ വെള്ള തേച്ച, 23-ാമത്തെ അധ്യായത്തിൽ വരുന്നു, വെള്ള തേച്ച ശവക്കല്ലറുകളാ. 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നു വെള്ള തേച്ച ശവക്കല്ലറുകളാണ്. നിങ്ങൾ പ്രവാചകന്മാരുടെ ട്യൂമ്പിൽ പോയി അവിടെ ബൊക്കെ വെച്ച് നിൽക്കുന്നു, പക്ഷെ നിങ്ങളുടെ ലൈഫ് അതുമായി ഒരു ബന്ധവുമില്ല. ഇതെന്താ ഇത്രമാത്രം പ്രശ്നം? രാജ്യത്തിന്റെ ഫലം എന്താ? ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും പെട്രോളും ഡീസലും മുടക്കി ഇവിടെ വന്നിരിക്കുകയാണ്. ഓൺലൈനിൽ കേൾക്കുന്നവര്, നിങ്ങൾ സമയമെടുത്ത് ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അപകടം, ഏതപകടം? ബൈബിൾ എല്ലാം അറിയാം, ബൈബിളിന്റെ മുമ്പിൽ വിധേയപ്പെടുന്നു, പഠിപ്പിക്കുന്നു, പ്രസംഗിക്കുന്നു. അയൽവക്കക്കാരനെ ഒരു അവസരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്കൊരു അവസരം തരണേ, അവനോട് സുവിശേഷം പറയാൻ ഒരു അവസരം. ഈ ദിവസങ്ങളിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയോട് യേശു പറയുക, നിന്നെ കൊണ്ട് ഒക്കത്തില്ല, നിന്നെ മാറ്റുക. നിന്നെ മാറ്റിയിട്ട് ആരെയാ തെരഞ്ഞെടുക്കുന്നേ? ചുങ്ക പിരിച്ചുകൊണ്ടിരിക്കുന്ന മത്തായിയോട് പറയാ, വാ, നീ വാ, നിന്നിൽ രാജ്യത്തിന്റെ ഫലം വെളിപ്പെടണം. പത്രോസിനോട് പറയാ, ഈ രാജ്യത്തിന്റെ താക്കോല് നിന്റെ തരിക. പരീശനൊക്കാത്തത്, മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നവന് ചെയ്യാനൊക്കാത്തത്, ചുങ്കക്കാരാ, പാപിയെ, മീൻ പിടിക്കുന്നവനെ, ബാ, ഈ രാജ്യം അങ്ങനെ നിന്നിൽ വെളിപ്പെടണം, ഈ രാജ്യത്തിന്റെ നീതി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, മറ്റ് പലരും രാജ്യത്തിന്റെ ഫ്രൂട്ട് വെളിപ്പെടുത്താതിരിക്കുമ്പോ, പരാജയപ്പെട്ടപ്പോ
ഇന്നത്തെ ദിവസം ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയട്ടെ, ഈ രാജ്യത്തിന്റെ ഫലം വെളിപ്പെടുത്തുവാൻ വേണ്ടി നമ്മളിൽ ചിലരെ അല്ല, നമ്മളിൽ എല്ലാവരെയും തന്നെ പ്രത്യേകമായി കർത്താവ് വിളിച്ച് ഈ ഹോളിനകത്ത് കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. നമ്മുടെ കുടുംബ പാരമ്പര്യങ്ങൾ നോക്കാതെ, നമ്മുടെ അവസ്ഥകൾ, മുമ്പുണ്ടായിരുന്ന പൂർവ്വ അവസ്ഥകൾ നോക്കാതെ, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോള് പോലെയാണ് ഞാനിത് കാണുന്നത്. മത്തായി, നീ വാ, എന്നെ അനുഗമിക്ക്. അപ്പൊ ഈ 9:17 എന്താ വാസ്തവത്തിൽ? 9:17 ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയും, പുതിയ വീഞ്ഞ് ആരും പഴയ തുരുത്തിയിൽ പകരുമാറില്ല. എന്താ ഈ വീഞ്ഞ് സൂചിപ്പിക്കുന്നത്? എന്താ ഈ വീഞ്ഞ് കാണിക്കുന്നത്? പഴയ തുരുത്തി ഇവിടെ ആരാണ്? പഴയ തുരുത്തി പരീശൻ, ശാസ്ത്രി, യോഹന്നാന്റെ ശിഷ്യൻ. അവരുടെ മനോഭാവം, അവരുടെ ആറ്റിറ്റ്യൂഡ്, അത് കാണിക്കുന്നതാണ് ഈ പഴയ തുരുത്തി. സ്ക്രിപ്ചർ നോളജ് ഉണ്ട്, എല്ലാ ആത്മീക പരിവേഷവും ഉണ്ട്, സ്പിരിച്വലാ എല്ലാവരുടെയും മുമ്പിൽ. പക്ഷെ പഴയ തുരുത്തി, കാരണം ഫലമില്ല. ഈ വീഞ്ഞ് എന്താ? യേശു കർത്താവ് പറയുന്നു, വീഞ്ഞ്, പുതിയ വീഞ്ഞ് എന്താ? പുതിയ വീഞ്ഞെന്നുള്ളത് പുതിയ അഭിഷേകം അല്ല. പലരും ചിന്തിക്കുന്ന പുതിയ വീഞ്ഞെന്ന് പറഞ്ഞാൽ പുതിയ അഭിഷേകമാണ്. മുമ്പിലോട്ട് കടന്നു വന്നേ, പുതിയ വീഞ്ഞ്, പുതിയ അഭിഷേകം. അതല്ല യേശു പറയുന്നത്. ഇവിടെ പുതിയ വീഞ്ഞെന്ന് പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ അത് പുതിയ തുരുത്തിയിലേ പകരത്തുള്ളൂ എന്ന് പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ, വാട്ട് ഈസ് ദിസ് ന്യൂ വൈൻ? എന്താ ഈ പുതിയ വീഞ്ഞ്? ഇത് മനസ്സിലാക്കണമെങ്കിൽ ചില വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് വായിച്ചാലേ ഒക്കത്തുള്ളൂ. അതാണ് പരീശന് മനസ്സിലാകാതായി കിട്ടിയത്. കയ്യിൽ ബൈബിൾ ഇരിപ്പുണ്ടെങ്കിലും ചില കാര്യങ്ങളെ അറിയത്തുള്ളൂ. യെശയ്യാ പ്രവാചകൻ 25-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാ പറയുന്നത്. യെശയ്യാ പ്രവാചകൻ 25-ാം അധ്യായം 6-ാം വാക്യത്തിൽ, സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ് നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടു നീക്കി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടും ഉള്ള വിരുന്ന് തന്നെ. യേശു പറയുക, പുതിയ വീഞ്ഞ് എന്റെ കയ്യിലുണ്ട്. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞ ആ വീഞ്ഞ്, ആ വിരുന്ന് ഞാൻ വന്നിരിക്കുകയാണ്. പക്ഷെ ഇത് പഴയ തുരുത്തിയിലൊക്കത്തില്ല. ഏതാ ഈ വീഞ്ഞ്? യോവേലും ഇത് തന്നെ പറഞ്ഞില്ലേ? യോവേൽ പ്രവാചകൻ, സാധാരണ ജോയൽ 2 ഉള്ളൂ നമുക്കറിയാവുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2 ദർശനങ്ങൾ കാണുന്നതും പ്രവചിക്കുന്നതും. പക്ഷെ യോവേൽ എന്താ 3:18 പറയുന്നത്? അന്നാളിൽ പർവ്വതങ്ങൾ എന്തു ചെയ്യും? അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കും, കുന്നുകൾ പാലൊഴുക്കും, യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളം ഒഴുകും. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ പുറപ്പെട്ട്. വീഞ്ഞ്, യെശയ്യാ വിളിച്ചു പറഞ്ഞു വീഞ്ഞ്, അബണ്ടന്റ് വൈൻ. യോയേൽ വിളിച്ചു പറയുന്നു, അന്നാളിൽ ഇൻ ദ ന്യൂ മെസ്സിയാനിക് കിങ്ഡം, ദൈവരാജ്യം സ്ഥാപിതമാക്കാൻ വരുമ്പോ അവിടെ പുതിയ വീഞ്ഞ് പൊഴിക്കും. ആമോസ് പറഞ്ഞില്ലേ ഇത്? 9-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ, ഏമോസ് ചാപ്റ്റർ 9:13, ഉഴുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും തുടർന്നെത്തുകയും പർവ്വതങ്ങൾ എന്ത് പൊഴിക്കും? പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കുകയും എല്ലാ കുന്നുകളും ഉരുകിപ്പോകുകയും ചെയ്യുന്ന നാളുകൾ വരും. വാസ്തവത്തിൽ എന്താ ഇവിടെ നടക്കുന്നത്? പ്രവാചകന്മാരെല്ലാം യെശയ്യാ വിളിച്ചു പറയുന്നു, ഒരു വരുന്നുണ്ട് രാജ്യം. ആ രാജ്യത്തെ കാണിക്കുന്നത് വീഞ്ഞ്, അബണ്ടന്റ് വൈൻ. അതൊരു വലിയ ബാൻക്വിറ്റ് പോലെ ആയിരിക്കും. യോവേൽ വിളിച്ചു പറഞ്ഞു, വരുന്നുണ്ട് ഇഷ്ടം പോലെ വീഞ്ഞ്. ആമോസ് വിളിച്ചു പറഞ്ഞു, വരുന്നു പർവ്വതത്തിൽ നിന്നും വലിയ വീഞ്ഞ്. വാസ്തവത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ എന്താ നടക്കുന്നത്? യേശു പറയാണ്, ഞാൻ പുതിയ വീഞ്ഞ് പകരാൻ നിൽക്കുക. പരീക്ഷ ശാസ്ത്രിയെ, നിന്റെ ബൈബിൾ പഠനം, പക്ഷെ നീ പഴയ തുരുത്തിയ. എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ 9-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കണം. 9:10 ഒന്ന് വായിക്കാമോ? അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ. അത്രയും. യേശു എവിടെ ഇരിക്കുക? ഭക്ഷണത്തിന്.
while Jesus was having dinner. 8-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 11-ാമത്തെ വാക്യം കൂടി ഇതിനോട് ചേർന്ന് നോക്കിക്കേ. 9:10 യേശു വിരുന്നിനിരിക്കുന്നു. 8:11 ആ സെഞ്ചൂറിയന്റെ സെർവന്റിനെ സൗഖ്യമാക്കി കഴിഞ്ഞിട്ട് ഇതുപോലത്തെ വിശ്വാസം ഇസ്രായേലിൽ എങ്ങും ഇല്ല എന്ന് പറഞ്ഞിട്ട് 11-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? വായിക്കാമോ? 8:11. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. എവിടെ ഇരിക്കും? പന്തിക്കിരിക്കും. 8:11. 9:10 എന്തോ നടക്കുക? പന്തിയിലിരിക്കുകയാണ്. 8:11 പന്തിയിലിരിക്കും. ദ ഫ്യൂച്ചർ കിങ്ഡത്തിൽ ഈ എല്ലാ ട്രൈബിൽ നിന്നും എല്ലാ ഇതിൽ നിന്നും വരും. അതിന്റെ സൈൻ ആ പുതുവീഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ വീഞ്ഞ്. ആ ദൈവരാജ്യത്തിൽ ഒരു പന്തിയിലിരിക്കുമ്പോ ആരാ? പരീശ, നീ ഓർക്കുന്നത് നീ മാത്രമേ ഉള്ളതാ. ശാസ്ത്രിയെ നീ ഓർക്കുന്നത് പന്തി അങ്ങോട്ട് വിരിച്ചു, ശാസ്ത്രി നടുക്കിരിക്കുന്നു, ശാസ്ത്രിമാരും പരീശന്മാരും യോഹന്നാന്റെ ശിഷ്യന്മാരും ചുറ്റിനും ഇരുന്ന് എല്ലാവരുടെ കഴുകിയ. യേശു പറയുക, എന്റെ രാജ്യത്തിന്റെ പ്രത്യേകത ഇത് ധാരാളമായി വീഞ്ഞൊഴുകുമെന്ന് പറഞ്ഞാൽ ഈ പന്തിയിൽ വീഞ്ഞൊഴുകുമ്പോ അവിടെ ആരൊക്കെ കാണും? 8:11 ഫ്രം ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും യാതൊരു ബൗണ്ടറികളും ഇല്ലാതെ ഈ മത്തായി പോലുള്ള ചുങ്കക്കാരൻ, പാപിയെന്ന് നീ മുദ്ര കുത്തിയിരിക്കുന്നവൻ, ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്ന് പറയുന്നവൻ, ഈ രാജ്യത്തിന്റെ ശക്തിയാൽ പിടിക്കപ്പെട്ട് സ്വാധീനിക്കപ്പെട്ട് ഈ വിരുന്നിൽ വന്നിരിക്കും. പരീശ, നിനക്ക് മനസ്സിലാകുന്നില്ലേ? ഇതാ ദൈവരാജ്യം, ഇതാ രൂപാന്തരം. നിന്റെ കണ്ണിന് അന്ധതയാണോ എന്നാ ചോദിക്കുന്നത് യേശു. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നവരെല്ലാം കൂടെ ഒരുമിച്ചിരിക്കുന്ന വിരുന്നല്ല അത്. ദൈവരാജ്യത്തിന്റെ വിരുന്നെന്ന് പറഞ്ഞാൽ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും എന്ന് പറഞ്ഞാൽ യെശയ്യാവും യോവേലും ആമോസും വിളിച്ചു പറയുന്നത് ഇവിടെ വീഞ്ഞൊഴുകുമെന്ന് പറഞ്ഞാൽ മത്തായിയുടെ വീട്ടിൽ ആ രാജ്യം ഒഴുകുകയാണ്. അവിടെ ചുങ്കക്കാർ വന്നിരിക്കുകയാണ്, അവിടെ പാപികൾ വന്നിരിക്കുക. അത് കണ്ടിട്ട് മനസ്സിലാക്കാനൊക്കാത്ത അന്ധത പിടിച്ച തിമിരം പിടിച്ച പരീശ, നീയാണ് പഴയ തുരുത്തി എന്നാ യേശു പറയുന്നു. ഞാന് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിന്റെ കൂടുതലായ ആപ്ലിക്കേഷൻ പറയാം. പക്ഷെ ഇപ്പൊ തന്നെ എൻ്റെ മനസ്സിൽ അധരങ്ങളിൽ അത് വരികയാണ്. ഞാൻ വളർന്നു വന്ന സമൂഹം, കോണ്ടെക്സ്റ്റ്, കൾച്ചർ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ ഈ വിരുന്നിനെ എത്രമാത്രം കണ്ടു മനസ്സിലാക്കി എന്നെനിക്ക് വലിയ ബോധ്യമില്ല, അറിവില്ല. കാരണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരുടെ മനസ്സിൽ ആദ്യം തന്നെ കുത്തിവെച്ച് തന്നത്, ഇനി അയൽവക്കക്കാരോട് മിണ്ടരുത്, ഇനി ലോകത്തിലുള്ള സകലരും നിന്നെ ഉപദ്രവിക്കാൻ നിൽക്കുന്നു, അവരെല്ലാം നിന്റെ ശത്രുക്കളാണ്, അവര് ലഡു തന്നാ നീ വാങ്ങിച്ച് കഴിക്കരുത്, നീ ഒരു പ്രത്യേക സംഭവമാണ്, കല്യാണത്തിന് ചെന്നിരിക്കുമ്പോ അവരുടെ കൂടെ ഇരിക്കരുത്. അവരെ ഉൾക്കൊള്ളാത്ത, അവരെ കാണുമ്പോ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്തവരെ കാണുമ്പോ, അനുദപിച്ച് വരുന്നവരെ കാണുമ്പോ ഒരുതരം പ്രൈഡ് പിടിച്ച സഭയുടെ സ്ഥാപനത്തിൽ ഞങ്ങളായിരുന്നു. യു ഹാവ് കം ലേറ്റർ ഓൺ, ഇന്നലെ വന്ന. അപ്പൊ ഈ മത്തായിയെ പോലെ വന്നു കയറുന്നവർക്കെല്ലാം തോന്നുന്നത് വി ആർ സെക്കൻഡ് ക്ലാസ്. രക്ഷിക്കപ്പെടാത്തവർക്കും തോന്നുന്നത് വി ആർ സെക്കൻഡ് ക്ലാസ്. അവർ ഒരുപാട് അകലെ ദൂരെ ജനലും കതവും എല്ലാം അടിച്ച്. വിശുദ്ധി വേർപാടെന്ന് പറയുന്നത് ഈ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും പന്തിയിൽ വന്നിരിക്കുന്നവരെ കാണാൻ ഒക്കാത്ത ഒരന്ധത നമ്മളിൽ സൃഷ്ടിച്ചോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഇനി മുമ്പോട്ട് പോകുമ്പോ വാസ്തവത്തിൽ ഇവിടെ നടക്കുന്നത് ആ രാജ്യം അതിന്റെ ഇനോഗുറേഷനാ നടക്കുന്നത്.
മത്തായിയുടെ വീട്ടിൽ, വാസ്തവത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ ഈ മത്തായി ഇത് വിടുന്നില്ല. ഏത് വിടുന്നില്ല എന്ന് ചോദിച്ചാൽ, മത്തായിയുടെ സുവിശേഷം 22 ഒരു പാരബിൾ എന്താ പറയുന്നത്? പാരബിൾ ഓഫ് ദ വെഡിങ് ബാൻക്വറ്റ്. മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിൽ എന്താ പറയുന്നത്? പാരബിൾ ഓഫ് 10 വെർജിൻസ്. നോക്കിയേ. അല്ല, എന്താ പാരബിൾ ഓഫ് 10 വെർജിൻസും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും നോക്കിയേ. 9:14 ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? 9:14 ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു, ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. ഒന്ന് ശ്രദ്ധിച്ചേ. അത് ഈ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ കണ്ടു നിൽക്കുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം തോന്നാൻ സാധ്യത എന്താ? ആഴ്ചയിൽ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ഉപവസിക്കുന്ന, 2 ദിവസം ഉപവസിക്കുന്ന. എന്താ ഈ ദിവസങ്ങളുടെ പ്രത്യേകത? ന്യായപ്രമാണം വാങ്ങിക്കാൻ കയറിപ്പോയ ദിവസം, ഇറങ്ങി വന്ന ദിവസം, ആ ദിവസം വേറിട്ടിരുന്ന് ഉപവസിക്കുന്ന, ഫാസ്റ്റ് ചെയ്യുന്ന യോഹന്നാന്റെ ശിഷ്യൻ. യേശു എന്ത് ചെയ്യുക? ഫീസ്റ്റിംഗ്. When Jesus is feasting, religious people are fasting. അവർക്കത് ഉൾക്കൊള്ളാൻ വയ്യ. അവർ വന്ന് ചോദിക്കുക, ഇത് ശരിയാണോ? പരീശന്മാര് ചോദിച്ചത്, യേശു ഈ കൂടിരുന്ന് കഴിക്കുന്നത് ശരിയാണോ? അവർക്ക് ഒരു ഐഡിയയും ഇല്ല ഇത് ദൈവരാജ്യത്തിന്റെ പന്തിയാണെന്ന് അറിയില്ല. ഇവിടെ ഇപ്പം യോഹന്നാന്റെ ശിഷ്യൻ വന്ന് ചോദിക്കുന്നത്, ഈ ഉപവാസിക്കുന്നത് നിങ്ങൾ ഫീസ്റ്റിങ്, ഞങ്ങൾ ഫാസ്റ്റിംഗ്. യേശുവിന്റെ മറുപടി എന്താണെന്നറിയാം? യേശു എന്താ തിരിച്ചു പറയുന്നത്? 15-ാമത്തെ വാക്യത്തിൽ യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ. ബാൻക്വറ്റിന് സമമായി അടുത്തൊരു പദപ്രയോഗം. എന്താ പദപ്രയോഗം? യേശുവിനെ ആരായിട്ടാ പറയുന്നത്? മണവാളൻ. അപ്പൊ 9:10 പന്തിയിലിരിക്കുന്നു, 9:15 മണവാളൻ, ഐ ആം ദ ബ്രൈഡ് ഗ്രൂം. ഇതെവിടുന്ന് വരുന്ന? യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞാണിത്. 62-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും, മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ, ദൈവവചനം പഠിക്കുന്ന ഒരു ഭക്തർ ഇങ്ങനെയാ പറയുന്നത്. ഓൾഡ് കവനന്റിൽ പുസ്തകത്തിലെല്ലാം God wants to marry his people in deeper way. ചുമ്മാ അക്ഷരത്തിന്റെ അകലെ നിന്നുകൊണ്ടുള്ള ഒരു കല്യാണമല്ല, ഇറങ്ങി വന്ന് കല്യാണം കഴിക്കണം. ഷെയറിങ് ഹിസ് ലൈഫ് വിത്ത് അസ്. കല്യാണം എന്ന് പറഞ്ഞാൽ ജീവൻ നൽകിക്കൊണ്ടുള്ള ആ കല്യാണം. God wants to marry, sharing his life with us in the most intimate way, in the most self-giving way, in the most faithful way possible. അതാ നടക്കുന്നത് ഇവിടെ. യേശു ഇറങ്ങി വന്നിട്ട് പറയുക, യു ആർ മൈ ബ്രൈഡ്. സഭ എന്നുള്ളത് എന്റെ മണവാട്ടിയാ. ഐ എം കമ്മിങ് ഡൗൺ. ഒരു യൗവനക്കാരൻ മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ ഐ വാണ്ട് ടു റിജോയ്സ് ഇൻ യു. നിന്നെ രക്ഷിക്കുന്നതിലൂടെ, നിന്നെ എന്റെ സ്വന്തമാക്കുന്നതിലൂടെ. പക്ഷെ ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. പരീശന് മനസ്സിലാകുന്നില്ല, ശാസ്ത്രിക്ക് മനസ്സിലാകുന്നില്ല. യോഹന്നാന്റെ ശിഷ്യൻ വന്ന്, എന്താ ഉപവസിക്കാത്തത്? യേശു പറയുക, ഇതും മണവാളനാ, ഞാനിപ്പോ നിങ്ങളുടെ കൂടി ഇരിക്കുക. ഇത് രാജ്യമാ, ഇത് വിരുന്ന, ഇത് പുതിയ വീഞ്ഞ. പഴയ തുരുത്തിയിൽ ഇത് പകരത്തില്ലെന്ന് പറഞ്ഞാൽ ബൈബിൾ ഒന്നുകൂടെ പോയി വായിക്കണം എന്നല്ലേ എന്റെ അർത്ഥം. ബൈബിൾ ഒന്നുകൂടെ പോയി വായിര്, എന്താ ഇവിടെ നടക്കുന്നത്? നമ്മൾ ബൈബിൾ വായിക്കുന്നവരാ, പഠിക്കുന്നവരാ. പക്ഷെ വായിക്കുന്നത് പോലെ, വായിക്കേണ്ടത് പോലെ. അടുത്ത നിമിഷങ്ങളിൽ 3 കാര്യമാണ് പ്രധാനമായിട്ടും നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പഴയ തുരുത്തി ആയി പോകാൻ കാര്യം എന്താ? ഇതൊന്നും അറിയത്തില്ല. വിരുന്നിനിരിക്കുക, കിഴക്കൊന്നും പടിഞ്ഞാറൊന്നും വന്ന വിരുന്ന്, വീഞ്ഞൊഴുകുക. പക്ഷെ പരീശന് മനസ്സിലാകുന്നില്ല. മണവാളം വന്ന് നിൽക്കുക.
മണവാളൻ കല്യാണം കഴിക്കാൻ വന്ന് നിൽക്കുക. യോഹന്നാന്റെ സുവിശേഷവും 2-ാമത്തെ അധ്യായം ഫസ്റ്റ് മിറക്കിൾ യേശു ചെയ്തത് എന്താ? യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ വെഡിങ് അറ്റ് കാന, വാട്ടർ ഇൻ ടു വൈൻ. എന്താ അവിടുത്തെ സന്ദേശം? നമ്മൾ കല്യാണത്തിനെല്ലാം അത് സാധാരണ മേക്ക് ഷുവർ യേശു അകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. ദാറ്റ് ഈസ് നോട്ട് ബാഡ് ഓർ റോങ്. പക്ഷേ യോഹന്നാൻ പറയുന്നത് യേശു കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്നു. ബ്രൈഡ് ഗ്രൂമിന്റെ ഉത്തരവാദിത്വമാണ് വീഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോ മറിയ വന്ന് യേശുവിനോട് പറയാ, നീ കൊടുക്കണം, നീ ആ ബ്രൈഡ് ഗ്രൂം, നിനക്കേ കൊടുക്കാനൊക്കത്തുള്ളൂ. അതല്ലേ എന്റെ അർത്ഥം? ഇവിടെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഞാൻ അതിനെ ഇപ്പൊ നോക്കുമ്പോഴേ അതിന്റെ ഒരു കൺക്ലൂഡിങ് മാർക്ക് എന്ന നിലയിൽ ഈ ബാൻക്വറ്റ് നശിപ്പിച്ചു കളഞ്ഞു. ആര്? നമ്മൾ ചിലപ്പോ പറയത്തില്ലേ, കല്യാണം വിരുന്ന് നടക്കുമ്പോ, അയ്യോ അവരെ വിളിക്കണ്ട, അവര് വന്നോണ്ട് ഇത് നശിപ്പിച്ചു. അല്ലെ ഒരു എൻഗേജ്മെന്റോ എല്ലാം നടക്കുന്ന സമയത്ത് വീട്ടിൽ ഒരു കൊച്ചു ഫംഗ്ഷൻ, 25 പേരേ ഉള്ളൂ, എല്ലാവർക്കും ചെറുക്കനെ ഇഷ്ടപ്പെട്ടു. ഒരു കൂട്ടർ മാത്രം, ഒരാള് മാത്രം പിന്നെ ഇരുന്നോണ്ട് ചോദ്യം, അത് ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു, അണ്ണാമലയാണോ അതാണോ? അപ്പൊ അങ്ങോട്ടിരുന്നു, വിളിക്കണ്ട, നശിപ്പിച്ചു. അവിടെ ഏത്തക്കാപ്പം കഴിക്കുന്നു, പഫ്സ് കഴിക്കുന്നു, പുള്ളിക്ക് ഇത് അണ്ണാമലയാണോ പമ്പയാണോ പറയത്തില്ലേ നമ്മള്? വാസ്തവത്തിൽ ഈ വീഞ്ഞ് നശിപ്പിച്ചതാരാ? ഇവിടെ വലിയ വീഞ്ഞ് നടക്കുകയാണ്. മത്തായിയുടെ വീട്ടിൽ ഇരുന്ന് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുകയാണ്, അനുതാപം നടക്കുകയാണ്. അവിടെ മണവാളൻ നിൽക്കുകയാണ്, അവിടെ ഉപവാസമല്ല, അവിടെ ഫീസ്റ്റിംഗ് നടക്കുകയാണ്. അവിടെ ശിഷ്യന്മാര് അടുത്ത് വന്നിരുന്നോണ്ട് യേശുവിന്, യെശയ്യാവിൽ പറഞ്ഞ മണവാളൻ ഞങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി, ഞങ്ങളോട് ജീവിക്കാൻ വേണ്ടി, ഞങ്ങളെയൊക്കെ വേണ്ടി രക്ഷിക്കാൻ ഏൽപ്പിച്ചു തരാൻ വേണ്ടി വന്നു. ആരാ ഇത് നശിപ്പിച്ചത്? The word people spoiled it. വേറെ ആരുമല്ല, ബൈബിൾ അറിയാവുന്നവര് നശിപ്പിച്ചതിനെ. അവര് മാറി ഇന്ന് അതും പറഞ്ഞ് ഇതും പറഞ്ഞിരിക്കുക. അപ്പോഴാണ് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. 9-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 9-ന്റെ 13-ാമത്തെ വാക്യം. യാഗത്തിലല്ല കരുണയിൽ അത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. അതൊരു പഠിച്ച ആളോട് എന്താ പറയുന്നേ? പഠിച്ചു വെച്ചിരിക്കുക എല്ലാം. യേശു പറയാണ്, നീ പോയി പഠിക്കണം. എന്തോ പഠിക്കണം? യാഗത്തിലല്ല, കരുണയിലാ ഞാൻ പ്രസാദിക്കുന്നതെന്ന്. ഗോ ആൻഡ് സ്റ്റഡി. പരീശന്റെ ശാസ്ത്രിയോട് ഇത് പറയുന്നത്, അവരുടെ തിരിച്ചുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് ഭാവന ചെയ്യാൻ ഒക്കുവോ? മത്തായിയോട് പറ പോയി പഠിക്കാൻ. ബൈബിൾ അറിയാത്ത മത്തായിയോട് പറ പോയി പഠിക്കാൻ. ഞങ്ങൾ പോയി പഠിക്കണമെന്നോ? പക്ഷെ അവിടെ കീ ഇരിക്കുന്നത്. വിവാഹ സദസ് മനസ്സിലാക്കുന്നില്ല, വീഞ്ഞ് മനസ്സിലാകുന്നില്ല. ഇത് മെസ്സിയാനിക് കിങ്ഡം, യേശുവിന്റെ രാജ്യത്തിന്റെ വീഞ്ഞ്, ആ സന്തോഷം, രക്ഷ, മാനസാന്തരം ഉൾക്കൊള്ളണം. ഇത് പുതിയ രാജ്യമാ. ബൈബിൾ അറിയാം. യേശു പറയാ, പോയി പഠിക്കേ. ഇത് എവിടുന്ന് വരുന്ന വാക്യമാണ്. യാഗത്തിലല്ല, കരുണയിലാ ഞാൻ പ്രസാദിക്കുന്നതെന്ന് എവിടുന്ന് ഉദ്ധരിക്കപ്പെട്ട വാക്യമാണ്? ഹോശേയ പ്രവാചകൻ 6-ാമത്തെ അധ്യായം. കാരണം എന്തായാലും യേശു പറഞ്ഞതല്ലേ പോയി പഠിക്കാൻ. നമുക്കൊന്ന് പഠിക്കാം, കുറച്ച് നിമിഷങ്ങൾ എടുത്തൊന്ന് പഠിക്കാം. കാരണം അത് സീക്രട്ടാണ്. അല്ലേ രാജ്യം എടുത്തിട്ട് മാറ്റും. ഈ എല്ലാം അറിയാവുന്ന ആളോട് പറയാ, നീ പഠിക്കേണ്ടത് ഇതാണ്. ഹോശേയയിലൂടെ പറഞ്ഞത് പോയി പഠിക്കേ. അല്ലെങ്കിൽ വാസ്തവത്തിൽ ഈ 9-ാം അധ്യായത്തിൽ രാജ്യം എടുത്ത് മാറ്റിയിട്ടില്ല അവരുടെ ഇന്ന്. അവസരം കൊടുക്കുക, പോയി പഠിക്കേ. പഠിക്കാഞ്ഞത് കൊണ്ടാ 21-ാം അധ്യായത്തിൽ മാറ്റിയത്. എന്താ ഹോശേയ പറയുന്നത്? ഹോശേയ 6:6 യാഗത്തിലല്ല കരുണയിൽ അത്ര ഞാൻ പ്രസാദിക്കുന്നു. എന്താണെന്നറിയാം നടക്കുന്നത്? ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവരും. ഹോശേയ 6:6 മനസ്സിലാക്കണമെങ്കിൽ 4-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇസ്രായേൽ മക്കളുടെ ജീവിത അനുഭവങ്ങളിൽ ഒരു പ്രത്യേക കാലഘട്ടമാണിത്. എന്താ കാലഘട്ടത്തിന്റെ പ്രത്യേകത? ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത, അവിടെ പ്രസംഗമുണ്ട്, അവിടെ ഉപദേശമുണ്ട്, അവിടെ പ്രവചനമുണ്ട്. പക്ഷെ ഇല്ലാത്ത 3 കാര്യങ്ങൾ പ്രവാചകൻ പറയുന്നു. എന്താ 3 കാര്യങ്ങൾ? നോക്കിക്കേ. ഇസ്രായേൽ മക്കളെ, ഞാൻ വായിക്കുന്നത് 4-ന്റെ 1. ഇസ്രായേൽ മക്കളെ,
യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് എന്തോ ഇല്ല? ദേശത്ത് സത്യമില്ല. ദേശത്ത് എന്തോ ഇല്ല? ദയയില്ല. ദേശത്ത് ദൈവ പരിജ്ഞാനവും ഇല്ല. പക്ഷെ എന്തോ ഉണ്ട്? പ്രസംഗം. പക്ഷെ എന്തോ ഉണ്ട്? പഠിപ്പിക്കൽ. രാജ്യത്തിന്റെ ഫലം എന്താ? ഫലം ഇല്ലാത്തത് കൊണ്ട് അത് ഫലം ഉള്ളവരുടെ കൊടുക്കും. പരീശരോട് പറയുക, പോയി പഠിക്ക്, പോയി പഠിക്ക്, പോയി പഠിക്ക്. എന്ത് പഠിക്കണം? ഇന്നത്തെ ദിവസം എന്ത് പഠിക്കണം? ഈ കർത്തൃ ദിവസത്തിൽ എന്താ നമ്മൾ പഠിക്കേണ്ടത്? ഒരു പ്രത്യേക കാലഘട്ടം. ഭയങ്കര പ്രസംഗമാണ്, ഭയങ്കര പാട്ടാണ്, ആട്ടാണ്, എല്ലാം ഉണ്ട്. കേന്ദ്രമുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, ഇന്റർലോക്ക് ഉണ്ട്, വുഡൻ പാനലിംഗ് ഉണ്ട്, സകലതും ഉണ്ട്. ഇല്ലാത്തത് സത്യമില്ല, സ്നേഹമില്ല, ദൈവ പരിജ്ഞാനമില്ല. ആ കാലഘട്ടത്തിൽ ദൈവം പറഞ്ഞതാ, യാഗത്തിലല്ല കരുണയിൽ എന്ന് പറഞ്ഞാൽ ലോകത്തിന് പരിചയമില്ലാത്ത മനസ്സലിവ്, ലോകത്തിന് പരിചയമില്ലാത്ത മേഴ്സി, സ്നേഹം, അത് നിന്നിൽ വെളിപ്പെടുന്നില്ല എങ്കിൽ ഈ ആത്മീക പരിവേഷങ്ങളെല്ലാം വെറുതെയാണ്. ഫലമില്ല, ഫലമില്ല. ആ സത്യം, സത്യം നമ്മുടെ സമൂഹത്തിൽ എല്ലാം സത്യമുണ്ട്. ആ സത്യം എന്താന്ന് ചോദിച്ചാൽ സാഹചര്യത്തിനൊത്ത് മാറുന്ന സത്യമാണ്. സ്വാധീനങ്ങൾ ഉള്ളവർ പറയുന്നതാണ് എപ്പോഴും സത്യം. എല്ലാവരും അത് വിശ്വസിക്കും. ആ സത്യം മനുഷ്യന്റെ സബ്ജക്റ്റീവായിട്ടുള്ളൊരു സത്യം. ദേശത്ത് സത്യമില്ല. രണ്ടാമത്തേതാ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ദേശത്ത് എന്തോ ഇല്ല? ദയയില്ല. യാഗത്തിലല്ല കരുണയില്ല. ഞാൻ പ്രസാദിക്കുന്നതെന്ന് പറഞ്ഞാൽ ദയ, മനസ്സലിവ്. There is no love in the land. There is no mercy in the land. There is no knowledge of God. ദൈവ പരിജ്ഞാനമില്ല. എല്ലാവർക്കും അവരോട് ഇഷ്ടമുള്ളത് പോലെ ചെയ്യുന്നു, മതം പോലെ ആത്മീയത ചെയ്യുന്നു. പക്ഷേ ആ റിയൽ എസൻസ്, ഈ ബൈബിളിന്റെ ആകെ തുക എന്താണ്? ഇതെന്താ കൈപ്പിടിച്ചോണ്ട് നമ്മൾ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്താണ്? ഈ പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ ചൂണ്ടിക്കാണിക്കുന്ന ആ ഫലം എന്താണ്? ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അത് ഹോശേയ പ്രവാചകൻ പറയാം, ഇറ്റ്സ് നോട്ട് ഇൻ ദ ലാൻഡ്. പക്ഷെ എന്തുകൊണ്ട്? എല്ലായിടവും വർഷിപ്പുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ അന്തരീക്ഷത്തിലാണെങ്കിൽ ഒരിടത്തെ പാട്ട് മറ്റിടത്ത് കേൾക്കാം. അതൊരു പ്രത്യേക കാര്യമാണ്, മറ്റു പലയിടങ്ങളിലും ഇല്ലാത്തതാണ്. വടക്കേന്ത്യയിലൊന്നും സാധാരണ അങ്ങനെ കാണാനൊക്കത്തില്ല, അത്ര അടുത്ത്. ഇത് ഒരിടത്തെ പാട്ട് അപ്പുറത്ത് കേൾക്കാം, ഒരിടത്തെ കൈകൊട്ട് അപ്പുറത്ത്, അങ്ങനെ അങ്ങനെ. പക്ഷെ ദേശത്ത് എന്തോ ഇല്ല? വാത്സല്യമില്ല, സ്നേഹമില്ല, ദൈവ പരിജ്ഞാനമില്ല, സത്യമില്ല. പിന്നെ കയ്യടിയുണ്ട്. ഹോശേയ വിളിച്ചു പറയുക, കയ്യടി അല്ല, കരുണ. അതാ യാഗത്തിലല്ല, കരുണയില്ല. 6:6 യാഗത്തിലല്ല കരുണയില്ല അത്ര ഞാൻ പ്രസാദിക്കുന്നത് എന്നുള്ളത്. 6:4 ഒന്ന് വായിച്ചു നോക്കിയേ. ഈ 4ന്റെ ഒന്നുമായിട്ട് ബന്ധമുണ്ടോ? 6:4, എഫ്രൈമേ ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? എല്ലാം ഉണ്ട്, കയ്യടിയും പരിവേഷവും ബൈബിളും. ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? യഹൂദയെ ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? എന്താ പ്രശ്നം എന്നറിയാമോ? നിങ്ങളുടെ ആരെങ്കിലും കാണുന്നുണ്ടോ അടുത്ത വാക്ക്? നിങ്ങളുടെ വാത്സല്യം, യുവർ ലവ്, നിങ്ങളുടെ വാത്സല്യം പ്രഭാത മേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞ് പോലെ ഇരിക്കുന്നു. അതെന്താ? അത് പ്രഭാത മേഘം എന്ന് പറഞ്ഞാൽ എന്താ? പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ, രാവിലെ 6:30 ഈ മോർണിംഗ് വാക്കിന് ഇറങ്ങാൻ നേരം മഞ്ഞ്, 9:30 സൂര്യപ്രകാശം വരുമ്പം പോയി, പ്രഭാത മഞ്ഞ്. മേഘം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് നല്ല മഴ കാണുന്നു, 2 കാറ്റടിച്ചപ്പം പോയി. ജീവിത സാഹചര്യങ്ങളിൽ വെളിപ്പെടാത്ത സ്നേഹമില്ല. ആ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഹോശേയ പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്, യാഗത്തിലല്ല കരുണയില്ല ഞാൻ പ്രസാദിക്കുന്നത്. പരീക്ഷ ശാസ്ത്രി ഇല്ലാത്തത് എന്താണെന്നറിയാം? ബൈബിൾ നോളജ് അല്ല, ഇല്ലാത്തത് മനസ്സലിവില്ല,
സ്നേഹമില്ല, കരുണയില്ല, മറ്റ് സകല പരിപാടിയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മളെ സമൂഹം അറിയേണ്ടത് എങ്ങനെയാ? നമ്മളെ സമൂഹം അറിയേണ്ടത് എങ്ങനെയാ? എന്തോ ആൾക്കാരായിട്ട് അറിയേണ്ടത്? കയ്യടി ആൾക്കാരായിട്ടാണോ? ഒച്ചയുള്ള ആൾക്കാരായിട്ടാണോ? അല്ലെങ്കിൽ വെള്ളയുടുപ്പിന്റെ ആൾക്കാരായിട്ടാണോ? അല്ലെ സ്നാനപ്പെട്ട ആൾക്കാരായിട്ടാണോ? എന്താ നമ്മളെ കുറിച്ച് ഈ ലോകം അറിയേണ്ടത്? മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ ഡേഞ്ചർ പറയുന്ന പോയി പഠിക്കേ. ഇതെല്ലാം ഉള്ളവരോട് പറയുകയാണ്, ഹോശേയ പ്രവാചകനോട് പറയുകയാണ്, ദേശത്ത് സത്യമില്ല, മനസ്സലിവില്ല, ദൈവപരിജ്ഞാനമില്ല. ഈ സ്നേഹമെന്നുള്ളത് പ്രഭാത മേഘം പോലെയും മഞ്ഞ് പോലെയും ഇത് ഒഴുകിപ്പോകുന്നതാ. സ്നേഹമില്ല. നമ്മളെ എങ്ങനെ ലോകം അറിയേണ്ടത്? അതാ ഞാൻ പ്രസംഗത്തിന്റെ ആദ്യം പറഞ്ഞത്, ഇത് മറഞ്ഞിരുന്നത് പോലെ. കാരണം കൊച്ചുനാളിൽ വളർന്നു വരാൻ നേരം പെന്തിക്കോസുകാരനായി അറിയപ്പെടുന്നു, ക്ലാസ്സിലാണെങ്കിലും ആഭരണമില്ലാത്തവരായി അറിയപ്പെടുന്നു, പിന്നെന്തായി അറിയപ്പെടുന്നു? അന്യഭാഷ ഉള്ളവരായി, മറുഭാഷക്കാരായിട്ട് അറിയപ്പെടുന്നു, പിന്നെ വെള്ള ഉടുപ്പിടുന്നവരായി അറിയപ്പെടുന്നു, പിന്നെ മുങ്ങി സ്നാനപ്പെട്ടവരായി അറിയപ്പെടുന്നു. എന്തായിട്ട് അറിയപ്പെടുന്നില്ല? സ്നേഹിക്കുന്ന കൂട്ടം, മനസ്സലിവുള്ള കൂട്ടം. അത് ചെറിയ പരാജയമല്ല, അത് വലിയ പരാജയമാണ്. അതാണ് പരീശന് സംഭവിച്ചത്. നോ ലവ്, നോ മേഴ്സി. യേശു ചുങ്കക്കാരനായ മത്തായിയുടെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ എന്താ പരീശ നിനക്ക് അംഗീകരിക്കാൻ ഒക്കാത്ത? എന്തുകൊണ്ടാ? നോ മേഴ്സി. മനസ്സലിവില്ല. മനസ്സലിവ് കാണിക്കണമെങ്കിൽ പ്രൈഡ് ഇല്ലാതാകണം. ഇത് പ്രൈഡ് വെച്ച് നിറഞ്ഞു നിൽക്കുകയല്ലേ. പഠിച്ച് മനസ്സിലാക്കി ചീർത്തിരിക്കുന്ന പരീശൻ ചുങ്കക്കാരന്റെ കൂടെ യേശു ഇരിക്കുന്നത് കാണുമ്പോ, ഇനി അത് പോട്ടെ, ഈ ചുങ്കക്കാരന്റെ വീട്ടിൽ യേശു ഭക്ഷണം കഴിക്കുന്ന പോട്ടെ, 12-ാമത്തെ അധ്യായത്തിൽ ഭയങ്കര ഒരു പ്രശ്നം. 12-ൽ എന്താണെന്നറിയാമോ പ്രശ്നം? യേശുവിന്റെ കൂടെ ശുശ്രൂഷ നടന്ന കൂടെ നടന്ന ശിഷ്യന്മാർക്കെല്ലാം കൂടെ വിശന്നപ്പോ എന്തോ ചെയ്തു? വിശന്നത് കതിർ പറിച്ചു തിന്നു. പരീശന് മനസ്സലിവില്ല, സ്നേഹമില്ല. അവന് ചോദിക്കാനുള്ളത് 2-ാം വാക്യത്തിൽ, when the Pharisees saw this, they said to him, look. ഈ ഭാഷ കേൾക്കുമ്പോഴേ ഓർത്തോണം, look, your disciples are doing what is unlawful on the Sabbath. എടാ പരീശ, വിശക്കുവാണ് ഇവന്. ആ വിശക്കുന്നവൻ കതിർ പറിച്ചതാണോ നിനക്ക് വലുത്? അതാ വലുത്. He is after traditions. He is after externals. അയ്യോ, ഇങ്ങനെ വല്ലതും കൂട്ടത്തിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ സംഭവിക്കുന്ന ഞാൻ പറയാം. അടി മുതൽ മുടി വരെ വെള്ളയായി തീരുമ്പോ, ഇപ്പം വെള്ള പ്രദർശിപ്പിക്കാൻ മാസ്ക് കൂടെ ആയപ്പോ, വെള്ള മാസ്ക്, വെള്ള സോക്സ്, വെള്ള ഷർട്ട്, വെള്ള പാന്റ്, അവിടെ വല്ലം വേറെ ഏതെങ്കിലും കളറും കൊണ്ട് പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ പറയാതെ പറഞ്ഞു വെക്കും, ദൈവം നിന്നിൽ പ്രസാദിച്ചിട്ടില്ല എന്നോ, അല്ലെങ്കിൽ യു ആർ നോട്ട് ഹോളി ലൈക്ക് മീ. അതല്ലേ അതിന്റെ അസലായ കാര്യം. യു ആർ നോട്ട് ലൈക്ക് മീ. നോക്കിക്കേ, മുടി മുതൽ മാസ്ക് മുതൽ സോക്സ് വരെ വെള്ള. പക്ഷേ അടുത്തോട്ട് വരുമ്പോ ആ സ്നേഹവും വാത്സല്യവും ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ വേറൊരു വസ്ത്രമായിട്ട് ഇരിക്കുന്നവനോടാന്നേലും ഒരു മനസ്സലിവോടല്ലേ പറയുന്നത്? ഒരു കരുണ കാണത്തില്ലേ? ഒരു സ്നേഹം കാണത്തില്ലേ? പക്ഷെ പരീശനെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമാണ്. കാരണം അത് പറഞ്ഞാലേ എനിക്ക് മാർക്കറ്റ് കിട്ടത്തുള്ളൂ. വലിച്ചു കീറിയാലേ എനിക്ക് എന്റെ വെള്ളക്ക് ശോഭ വരണമെങ്കിൽ കറുത്തവനെ പൊളിക്കണം. മേജറിങ് ഓൺ മൈനേഴ്സ്. വസ്ത്രം ഇമ്പോർട്ടന്റ് ആണോ? വസ്ത്രത്തിന്റെ കളറ് ഇമ്പോർട്ടന്റ്. നമ്മൾ വെറുതെ പ്രദർശന വസ്തുവിനെ പോലെ ഞായറാഴ്ച വന്ന് നമ്മുടെ ഏറ്റവും വലിയ ഇതിനെ ഡിസ്പ്ലേ ചെയ്യേണ്ട ഇടമല്ല ദൈവസഭ. ഒരു ഡിസ്ട്രാക്റ്റീവ് രീതിയിൽ ഡ്രസ്സിങ് ചെയ്യരുതെന്നാണ് ഞാനും മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നു. പക്ഷേ ഇതൊക്കെ മൈനർ കാര്യമാണ്. മേജർ കാര്യം കരുണയുണ്ടോ? സ്നേഹമുണ്ടോ? ഈ കരുണയും സ്നേഹവും ഇല്ലാതെ വസ്ത്രത്തിന്റെ വെള്ളയാണ് വലുതെങ്കിൽ, പരീശനോട് യേശു പറഞ്ഞതുപോലെ
ഗോ ബാക്ക് ആൻഡ് സ്റ്റഡി. പോയി പഠിക്കേ. കരുണയില്ലാത്തൊരു സമൂഹം, മനസ്സലിവും സത്യവും ഇല്ലാത്തൊരു സമൂഹം. 12 തന്നെ 12:9 വാക്യം മുതൽ അടുത്തുണ്ട്. ഒരു വരണ്ട കൈയുള്ള വ്യക്തി. ഈ വരണ്ട കൈയുള്ള വ്യക്തിയുടെ പരീക്ഷ കാണുമ്പോഴെങ്കിലും ഒരു മനസ്സലിവ് വേണ്ടേ? അവൻ എന്നെ പോലെ, എനിക്ക് 2 കൈയുടെ സ്വാധീനമുണ്ട്. വരണ്ട കൈ, അവന് സ്വാധീനം. കർത്താവേ, അവനൊരു നന്മയാണ്. യേശു സൗഖ്യമാക്കാൻ നിൽക്കുമ്പം പരീശന്റെ മനസ്സിൽ എന്താണെന്നറിയോ? ഇത് ശാപത്ത, ഇത് ശാപത്ത. ഇന്ന് സൗഖ്യമാക്കുമോ ഇല്ലയോ എന്ന് കാണണം. യേശു പറയുക, പരീശ, നിനക്കൊരാടുണ്ടെങ്കിൽ ആ ആട് കുഴി വീണാൽ ശബത്ത് ദിവസം പോയി എടുക്കത്തില്ലേ? ആടിന്റെ വിലയെങ്കിലും ഇവന് കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, മനസ്സലിവ് കാണിച്ചെങ്കിൽ നീ സന്തോഷിക്കത്തില്ലേ ഇതിൽ? 15-ാമത്തെ അധ്യായത്തിൽ അടുത്തുണ്ട്, കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു. പരീശന് പ്രശ്നം മുഴുവൻ ശബത്ത് ദിവസം കതിർ പറിച്ചു, വരണ്ട കൈയുള്ളവനെ ശബത്ത് ദിവസം സൗഖ്യമാക്കി, കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു. ഹി ഈസ് ആഫ്റ്റർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഹി ഡസന്റ് ഹാവ് മെർസി, ഹി ഡസന്റ് ഹാവ് ലവ്. അതാ 23-ാമത്തെ അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഈ പരീശന്റെ സ്വഭാവത്തെ കുറിച്ച്. 23-ന്റെ 4 വാക്യം ഒന്ന് വായിക്കാമോ? 23-4. അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു. ഈ ഘനമുള്ള ചുമടാണ്. കതിർ പറിക്കരുത്. ഇപ്പം വിശന്നിരുന്നാലും തളർന്നു വീണാലും ദൈവം അതിനകത്ത് പ്രസാദിക്കും. അപ്പൊ ഈ വിശന്ന് ഷുഗറും താണിരിക്കുന്നവന്റെ മനസ്സിൽ 1 മണിക്ക് മുമ്പ് കഴിച്ചാൽ അത് ഉപവാസമായിട്ട് സ്വീകരിക്കത്തില്ല കേട്ടോ. അല്ലെങ്കിൽ 1 നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ഉപവാസമോ? അതൊക്കെ ഏത് ഉപവാസമാണ്? ഒന്നും ദൈവം പ്രസാദിക്കുന്ന ഉപവാസമല്ല. ഇവിടെ തളർന്ന് താഴെ വീഴുക. പരീശന് അതൊരു രസമാണ്. ഈ ചുമടുകളെ മനുഷ്യന്റെ മനസ്സിലോ ഇങ്ങോട്ട് വെച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നില്ല? ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. എന്ന് പറഞ്ഞാൽ ഈ വലിയ ലോഡ് വെച്ചില്ലേ, ഒന്ന് താങ്ങിയോ സഹായിച്ചോ? ഇല്ല. ഈ വലിയ ചുമട് വെച്ചിട്ട് പരീശ നിൽക്കുന്നത് തെറ്റിക്കുന്ന ഒന്ന് കാണണം. തെറ്റിക്കുന്ന കാണുമ്പം ലൂക്കോസിന്റെ സുവിശേഷം 18 ഓർക്കുന്നുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം 18 ഒരു ചുങ്കക്കാരനും പരീശനോട് പ്രാർത്ഥിക്കാൻ പോയി. പരീശന്റെ പ്രാർത്ഥന എന്താ? താങ്ക് യു ലോർഡ് ദാറ്റ് ഐ ആം നോട്ട് ലൈക്ക് ഹിം. ഇവനെ പോലെ അല്ല. ഇപ്പൊ ഈ വലിയ ചുമട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരുത്തൻ താഴെ പോകുന്നത് കാണുമ്പോഴാണ്, സ്തോത്രം കർത്താവേ, ഈ താഴെ വീഴുന്നത് കാണാൻ ഇഷ്ടമാണ്. കരുണ ഉണ്ടായിരുന്നെങ്കിൽ ചുമട് വെച്ച് കഴിഞ്ഞിട്ട് ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചേനെ. ആ വീട്ടിൽ പോയി സാന്ത്വനത്തിന്റെ വാക്കുകൾ പറഞ്ഞേനെ. മനസ്സലിവും കരുണയും സ്നേഹവും ഇല്ല എങ്കിൽ, യേശു പരീശനോട് പറഞ്ഞത് ബൈബിൾ നോളജ് അല്ല ഇവിടുത്തെ കാര്യം. ഫ്രൂട്ട് ഓഫ് ദ കിങ്ഡം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലവ്, ഇറ്റ്സ് മേഴ്സി. ഐ ഡിസയർ മേഴ്സി, നോട്ട് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ആരാധനയും പാട്ടും പ്രസംഗവും വേണ്ട നല്ലത്. ഇതില്ലാതെ, സ്നേഹവും മനസ്സലിവും കരുണയില്ലാതെ ഒരു പ്രസംഗം കൊണ്ട് വലിയ പ്രയോജനം ഇല്ല ജോയെ എന്നല്ലേ അതിന്റെ പറയുന്നത്. എന്നിട്ട് നോക്കിയേ, ഈ ഞാൻ ഓർക്കാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴേ ചിലർക്ക് തോന്നുന്നത് ഞങ്ങൾ ആരോടും ഗുണത്തിനും പോകുന്നില്ല, ദോഷത്തിനും പോകുന്നില്ല. ചിലർക്ക് വരുന്ന ഭാവം അതാണ്. അപ്പം സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ നിമിത്തം യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ആരെ ഉപദ്രവിച്ചിട്ടുമില്ല. ഇങ്ങോട്ട് വീണ തേങ്ങ അതുപോലെ എടുത്ത് അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ആരുടെയും തേങ്ങായും ഞങ്ങൾ എടുത്തിട്ടില്ല. ഓലമടലാന്നേ പോലും ഇവിടെ ആവശ്യം ഉണ്ടായിട്ടും ഓലമടൽ അതുപോലെ എടുത്ത് അങ്ങോട്ട് വെച്ചു കൊടുത്തു. സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അതല്ല ഈ രാജ്യത്തിന്റെ സാക്ഷ്യം. രാജ്യത്തിന്റെ സാക്ഷ്യം എനിക്ക് വേണ്ടി പിരിച്ചു വെച്ചിരുന്ന തേങ്ങ ആവശ്യമുണ്ടെന്ന് കണ്ടപ്പോ എടുത്തു കൊടുക്കുന്ന ആ മനസ്സലിവ്, ആ സ്നേഹം. അല്ല ഞാൻ ആരുടെയും പിടിച്ചു വാങ്ങിച്ചിട്ടില്ല എന്നുള്ള സ്നേഹമല്ല, യേശു സ്നേഹിച്ചത് പോലെയുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇറങ്ങി ആ ദേശത്തൊന്ന് മനസ്സിലാക്കണം. ആരാ ഇവിടെ ബുദ്ധിമുട്ടുന്നവർ വല്ലതും ഉണ്ടോ ഈ പാൻഡമിക്കിൽ? ചില വാർഡ് മെമ്പറിനെ ബന്ധപ്പെട്ട് ചോദിക്കണം, ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഈ വാർഡിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടായി ആരെങ്കിലും ഉണ്ടോ?
ഉണ്ടെങ്കിൽ പറയണം, എനിക്കുള്ളതിൽ ഒരു പങ്ക് അതിനകത്ത് കൊടുക്കാൻ. അതാ നമ്മളെ കുറിച്ചുള്ള കേൾവി വരണ്ടേ. വലിയ കൂറ്റൻ മതിലും വെച്ച് കഴിഞ്ഞ ദിവസം ഒരാള് വിളിച്ച് വീട്ടിലോട്ട് വരാൻ വേണ്ടി ചോദിച്ചു, പട്ടിയുണ്ടോ? ഞാൻ പറഞ്ഞു, പട്ടിയില്ല, മനുഷ്യരേ ഉള്ളൂ, പോരുതാ. ഈ പട്ടിയെ അഴിച്ചുവിട്ട് ആർക്കും കയറാനൊക്കാത്ത പോലെ മതിലും കെട്ടി എല്ലാം കെട്ടി ഐ ആം ഹോളി, ഐ സ്റ്റഡി ബൈബിൾ എന്ന് പറയുമ്പോ ഓർക്കണം, ഐ ഡിസയർ മെർസി. പട്ടിയെ കൂട്ടിലിടുക, പട്ടി ഒരു ഭീഷണിയാക്കി എല്ലാരെയും വിറപ്പിച്ച് നിർത്താതെ കരുണയുള്ളവരാകാം, മനസ്സിൽ. കാരണം ദേശത്ത് ഇതില്ല, സത്യമില്ല, സ്നേഹമില്ല. ദേശത്ത് കാണുന്ന സ്നേഹം മഞ്ഞു പോലുള്ള സ്നേഹമാ, കാര്യസാധ്യത്തിനുള്ള സ്നേഹമാ. ഉപദ്രവിക്കുന്നവരെയും സ്നേഹിക്കുന്ന ആ സ്നേഹമാ രാജ്യത്തിന്റെ സ്നേഹം. യേശു വെളിപ്പെടുത്താൻ വന്നത് അങ്ങനെ ഒരു സ്നേഹമാണ്. ഇവരുടെ വീട്ടിൽ ചെന്ന നമ്മുടെ ആവശ്യത്തിന് അവരാ കഴിയുന്നത് ഇവർ സഹായിക്കും. അതാ നമ്മളെ കുറിച്ച് കേൾക്കേണ്ട പ്രധാന കാര്യം. അല്ലാതെ വെള്ളയുടുപ്പിടുന്നവരെന്നുള്ള സാക്ഷ്യമല്ല. വെള്ളയുടുപ്പിടുമ്പോ തന്നെ ഒരാവശ്യമുണ്ട്, ഇവന്റെ അടുക്ക ചെന്നാൽ ഇവൻ ചെയ്യും, ഇവന്റെ സ്വന്തം കാര്യം മാറ്റിവെച്ചും ചെയ്യും. ആ സ്നേഹം വെളിപ്പെടുത്താൻ ഇവിടെ എങ്ങനെ ഒക്കും? ഇവിടെ തമ്മിൽ അടിയും. അതിനെക്കുറിച്ച് ഞാനിപ്പോ കൂടുതലായി പറയുന്നില്ല. പ്രിയ ദൈവമക്കളെ, സമൂഹത്തിൽ നമ്മളെക്കുറിച്ചുള്ള, ദൈവസഭകളെ കുറിച്ചുള്ള, ഇനി ഞാൻ എല്ലാ സംഘടനയും അടിപിടിയൊക്കെ പോട്ടെ, ഫാമിലി ആണല്ലോ സ്മോളസ്റ്റ് യൂണിറ്റ്. ദൈവരാജ്യത്തിന്റെ ആ കൊച്ചു യൂണിറ്റ്, ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ വെളിപ്പെടേണ്ട ഏറ്റവും പ്രഥമമായ ഒരു സ്ഥലം കുടുംബമാണ്. കുടുംബത്തിൽ തന്നെ ഐക്യതയില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. ദൈവരാജ്യത്തിലാണ് ഞാൻ. പക്ഷെ കുടുംബത്തിലും പറയാനുള്ളത് രാജാവിന്, ഐ ഡിസയർ മേഴ്സി. അന്യോന്യം മനസ്സലിവ് കാണിക്കുക, അന്യോന്യം ദയ കാണിക്കുക, ഭർത്താക്കന്മാരെ സ്നേഹിക്കുക, ഭാര്യമാരെ മനസ്സലിവ് കാണിക്കുക, കീഴ്പ്പെട്, ബി യുണൈറ്റഡ്. ഇതാ ദൈവരാജ്യം. ദൈവരാജ്യം എന്നുള്ളത് കൊട്ടുംപാട്ടും മാത്രമല്ല. ദൈവരാജ്യം എന്നുള്ളത് ഐക്യത, സ്നേഹം, വാത്സല്യം. ഇതാ യേശു പരീശനോട് പറഞ്ഞ, പോയി പഠിക്കേ. ഹോശേയ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ യാഗപീഠങ്ങൾ ഇല്ലാത്തതല്ല പ്രശ്നം, യാഗപീഠം ഉണ്ട്, പക്ഷെ സത്യമില്ല, വാത്സല്യമില്ല. അത് പോയി പഠി, അതാ നിന്റെ പ്രശ്നം എന്നാ യേശു പറയും. പ്രിയ ദൈവമക്കളെ, യോഹന്നാന്റെ സുവിശേഷം 13:34-35 വാക്യങ്ങൾ, അത് ഈ പറഞ്ഞ പോലെ യോഹന്നാന് വായിക്കുമ്പോ തന്നെ എനിക്കും പേടിയാണ്. ഇനി യോഹന്നാൻ ഏത് രീതിയിലാ പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്കും അറിയില്ല. കാരണം യോഹന്നാൻ പഠിച്ച് ഇനി പറഞ്ഞ പോലെ ഒരു ബൈബിൾ സ്കൂളിനെക്കാട്ടിൽ പഠിച്ചു. പക്ഷെ ആ 13:34-35 ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന. ഇതെന്താ പഴയ നിയമത്തിലില്ല ഈ കൽപ്പന? ഇതെന്താ പുതിയൊരു കൽപ്പന? എന്താ ആ കൽപ്പനയെ പുതുതാക്കുന്നതെന്ന് ചോദിച്ചാൽ, പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്താ പുതുതെന്ന് അറിയാമോ? അതിന്റെ 2ാം ഭാഗമാണ്. എന്താ 2ാം ഭാഗം? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. ഇന്നത്തെ ഈ ദിവസം പഴയ തുരുത്തി ആവരുത് എന്ന് പറഞ്ഞാൽ സ്നേഹമില്ലാത്തവനായി പഴയ തുരുത്തി. അവനിൽ രാജ്യം വെളിപ്പെടത്തില്ല. അവനിൽ ഈ വീഞ്ഞൊഴിച്ചു കഴിഞ്ഞാൽ തുരുത്തി പൊട്ടിപ്പോവും. സ്നേഹമില്ലാത്തവന്റെ അടുക്കൽ യേശു സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ തുരുത്തി പൊട്ടിപ്പോവും, വീഞ്ഞൊഴുകി നശിച്ചു പോവും. രാജ്യം, ദൈവരാജ്യം എന്നുള്ള അതിനെ സൂചിപ്പിക്കുന്ന വീഞ്ഞ്, ആ വീഞ്ഞിന്റെ ഉപദേശം എന്താ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ജനറസ്, സെൽഫ്ലെസ്, സാക്രിഫിഷ്യൽ ലവ്. അതുപോലെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് 35-ാം വാക്യത്തിൽ പറയാ, ഇങ്ങനെ നിങ്ങൾ അറിയപ്പെടേണ്ടത്. എങ്ങനെ? നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നമ്മളെ കുറിച്ചുള്ള കേൾവി സ്നേഹമുള്ളവർ. അതാ യേശുവിന്റെ ശിഷ്യന്മാരുടെ പ്രഥമ ലക്ഷണം. അതില്ലാതെ എന്തോ കാണിച്ചു കൂട്ടിയാലും വി ആർ ഫെയിലിംഗ് ഇൻ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ഏറ്റവും പ്രധാന കാര്യം, ഫലം, രാജ്യത്തിന്റെ ഫലം എന്ന് പറയുന്നത് ഈ സ്നേഹത്തെ കുറിച്ചാണ്. ഇനി നോക്കിക്കേ, 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും ഉള്ള 2 എഴുത്തുകളുടെ ഒരു സംക്ഷിപ്തം ഞാൻ നിങ്ങളോട് പറയാം, വായിച്ചു കേൾപ്പിക്കാം. 2nd സെഞ്ചുറി, 2-ാം നൂറ്റാണ്ടിൽ ഒരാൾ എഴുതിയതാണ്, ക്രിസ്ത്യാനികളെ കുറിച്ച് എഴുതിയതാണ്. ക്രിസ്ത്യൻസ് ഡ്വെൽ ഓൺ എർത്ത്
but are citizens of heaven. What the soul is to the body, Christians are to the world. ഈ ലോകത്തിൽ അവർ ജീവിക്കുന്നവരാണ്, പക്ഷേ ഉയരത്തിൽ സിറ്റിസൺഷിപ്പ് ഉള്ളവരായി ഈ ലോകത്തിലെല്ലാം താൽക്കാലികമെന്ന് എണ്ണി ഉള്ളത് പങ്കുവെച്ച് ജീവിക്കുന്നവരാ ക്രിസ്ത്യൻസ് എന്ന് എഴുതിയിരിക്കുക. 3-ാം നൂറ്റാണ്ടിലെ ഒരു എഴുത്ത് ഞാൻ വായിക്കാം. While the jails are crammed with your kind. ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ജയിലിനകത്തുള്ള when many Christians are there, they do not hold a single Christian. ഒരുപാട് ആൾക്കാർ ജയിലിലുള്ളപ്പോ ഒറ്റ ക്രിസ്ത്യാനിയെ കാണത്തില്ല. എന്നിട്ട് അടുത്ത വാക്ക് പറയാ, unless he be accused on account of his religion or unless he be an apostate. യേശുവിനെ വിട്ടൊരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാം, അല്ലെങ്കിൽ അവൻ യേശുവിനെ ആരാധിക്കുന്നതുകൊണ്ട് അവിടെ കാണാം, അല്ലാതെ ഒറ്റ ക്രിസ്ത്യാനിയെ പോലും ജയിലിൽ കാണത്തില്ല എന്ന് 3-ാം നൂറ്റാണ്ടിൽ ഒരാൾ എഴുതി വെച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ എന്താ? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്ത്യൻസ്, they attracted pagans to join them because of their virtue and mutual affection. അന്യോന്യമുള്ള സ്നേഹമാണ് അട്രാക്ട് ചെയ്തത്. ഒരു ക്രിസ്ത്യാനിയെ പോലും ജയിലിൽ കാണത്തില്ല എന്ന് പറഞ്ഞാൽ പിടിച്ചു പറിക്കാൻ നിൽക്കത്തില്ല, ആ മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്ന വാങ്ങിക്കാൻ നിൽക്കത്തില്ല. ആരെങ്കിലും ജയിലിൽ പോയാ, 3-ാം നൂറ്റാണ്ടിൽ എഴുതിയിരിക്കുക, പോയാൽ ഒന്നിൽ അവൻ യേശുവിനെ വിട്ടവനായിരിക്കും, അല്ലെങ്കിൽ അവൻ യേശുവിനെ ആരാധിക്കുന്നതുകൊണ്ടായിരിക്കും, അല്ലാതെ കയ്യിലിരിപ്പ് കൊണ്ട് ഒറ്റ ആളെ പോലും കാണത്തില്ല. 1 കൊരിന്ത്യർ 13:1 ഒക്കെ അങ്ങ് വായിക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷേ ആദ്യത്തെ 2 വാക്യം മാത്രം വായിക്കാം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ, എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ടും. നമ്മുടെ മുഖമുദ്രയാ അതൊക്കെ കേട്ടോ, പെന്തക്കോസ്തുകാരുടെ മുഖമുദ്രയാണ് പ്രവചനം. പ്രവചനം ഉണ്ടായിട്ടും സകല മർമ്മങ്ങളും ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും ശരീരം ചൂടാനേൽപ്പിച്ചാലും ഈ കരുണയും മനസ്സലിവും സ്നേഹവും ദയയില്ലെങ്കിൽ, ഒരു ക്രൂര പരിവേഷമാണെങ്കിൽ, ആർക്കും അടുത്തുകൂടാൻ വയ്യാത്ത ഒരു പെട്ടെന്ന് കോപിക്കും, എന്തോന്ന് അറിയത്തില്ല, ഈ ഒരു പരുവത്തിലാണെങ്കിൽ പരീശന് സംഭവിച്ചതുപോലെ കയ്യിൽ ബൈബിൾ വെച്ചോണ്ട് കർത്താവ് പറയും, ഈ രാജ്യം നിന്നെ വെളിപ്പെടുത്തില്ല, ഫലമുള്ളവരിലേക്ക് എടുത്തു കൊടുക്കാൻ പോവാ. യു ഡോണ്ട് ഹാവ് ലവ്, യു ഡോണ്ട് ഹാവ് മേഴ്സി. ഞാൻ ചോദിക്കട്ടെ, മത്തായിയുടെ സുവിശേഷത്തിൽ പലപ്പോഴും പ്രയാസപ്പെടുത്തുന്ന ഒരു വാക്യമാണ് 5:17. മത്തായിയുടെ സുവിശേഷം 5:17 നോക്കിക്കേ, എന്താ അവിടെ പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 5:17. കാരണം യേശു ഒരു പുതിയ മോശയായിട്ട് വന്ന് മോശയുടെ ന്യായപ്രമാണങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ട് പറയാ, നിങ്ങൾ കൊല ചെയ്യരുതെന്ന് വായിച്ചിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നു എന്നൊക്കെ വന്ന് പറയാ. പക്ഷെ 5:17 എന്താ യേശു പറയുന്നത്? വായിക്കാമോ? ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് എന്ന് പറഞ്ഞ പരീശ, നിന്റെ കയ്യിൽ ഇരിക്കുന്ന ബുക്കെല്ലാം കൂടെ തെറ്റാ, വേറൊരു ബുക്ക് ഞാനിപ്പോ കയ്യിലോട്ട് തരാം. അല്ല, ഞാൻ വന്നിരിക്കുന്നത് ന്യായപ്രമാണവും പ്രവാചകന്മാരെയും നീക്കുവാനല്ല. യേശു പറയാ, നോ, ദാറ്റ് ഈസ് നോട്ട് മൈ ഇന്റൻഷൻ ടു റിമൂവ്, ടു അബോളിഷ് ലോ ഓർ ദ പ്രോഫറ്റ്സ്. പക്ഷെ ഈ ഒരു 2 പദങ്ങൾ, ലോ ആൻഡ് ദ പ്രോഫറ്റ്സ്, പുതിയ നിയമത്തിൽ പലയിടങ്ങളിലും കാണാം. എന്തിനോടുള്ള ബന്ധത്തിലാണെന്നറിയാം? 7:12 അടുത്തത് കാണുന്നത് ലോ ആൻഡ് ദ പ്രോഫറ്റ്സ്. ഞാൻ ന്യായപ്രമാണവും പ്രവാചകന്മാരും നീക്കാനല്ല വന്ന്, നിവർത്തിക്കാനെന്ന് പറഞ്ഞാൽ ഈ ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ഉദ്ദേശം എന്താ? ഇതിന്റെ എല്ലാം ഉദ്ദേശം എന്താ? ചുമ്മാ മതഭക്തി ഉണ്ടാക്കുന്ന കുറച്ചുപേരെ ഉണ്ടാക്കാനാണോ? നിഗളമുള്ള കുറച്ചുപേരെ ഉണ്ടാക്കാനാണോ? അല്ല. 7:12 മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ. എന്നിട്ട് അടുത്ത വാക്ക് എന്താ? അടുത്ത വാക്ക് വായിക്കാം. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. എന്താ ന്യായപ്രമാണത്തിനും പ്രവാചകന്മാർക്കും പറയാനുള്ളത്? എന്താ ഇതിന്റെ ആകത്തുക? പരീശൻ പഠിച്ചത്, അയ്യോ ശബത്ത് ദിവസം കൈ കഴുകിയില്ലല്ലോ. പരീശൻ പഠിച്ചത് ശബത്ത് ദിവസം സൗഖ്യമാക്കിയല്ലോ. അയ്യോ കതിർ പറിച്ചല്ലോ. പറയുക, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെ ആകത്തുക എന്ന് പറയുന്നത് മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലേ? ഒരു ബാങ്കിൽ ചെല്ലുമ്പോ ഒരാളൊന്ന് എഴുന്നേറ്റ് തരണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? അത് അങ്ങോട്ട് ചെയ്യുക. ഒരു ബസ്സിൽ കയറുമ്പോ
ഞാനത് കൂടുതൽ പറയുന്നില്ല, കാരണം അത് ഈ കിടന്ന പോലെ നമ്മൾ മലന്ന് കിടന്ന് തുപ്പുന്ന പോലെ ആയിപ്പോകും. ഒരു ബസ്സിൽ കയറുമ്പോ ആരേലും ഒന്ന് എഴുന്നേറ്റ് തന്നായിരുന്നെങ്കിലും എന്ന് ആഗ്രഹിക്കുന്നില്ലേ? അത് അങ്ങോട്ട് ചെയ്യുമ്പോ ഇതിന്റെ എല്ലാം ഗോൾ അതാണ്. ന്യായപ്രമാണത്തിന്റെയും പ്രവചനത്തിന്റെയും ഗോള് എന്നെ രൂപാന്തരപ്പെടുത്തി, എന്റെ സ്വാർത്ഥത മാറ്റി, മറ്റുള്ളവർ എനിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അങ്ങോട്ട് ചെയ്യുക. പാർക്കിങ്ങിലൊക്കെ അത് നല്ലതായിട്ട് വെളിപ്പെടുത്താൻ പറ്റിയ അവസരമാണ്. ഒരു നല്ല പാർക്കിംഗ് സ്പോട്ട് കിട്ടിയായിരുന്നെ കൊള്ളായിരുന്നു, ഷെയ്ഡ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞപ്പം കയറ്റി ഇട്ട് കളഞ്ഞു. നമുക്കെല്ലാം ആഗ്രഹമുണ്ട് ആ പ്രധാന സ്പോട്ട് വെയിൽ കൊള്ളാതെ കിടക്കണം. ആ നമ്മുടെ ആഗ്രഹം വേറൊരാക്കം കൊടുക്കുക, അത് ഇച്ചിരി പ്രയാസമാണ്. പക്ഷെ പറയുന്നത് ഇതിന്റെ എല്ലാം ആകത്തുക അവിടെ എത്തണം. അല്ലാതെ ഈ പാർക്കിങ്ങിന് പ്രശ്നം ഞാൻ അങ്ങോട്ട് തിരിഞ്ഞത് കണ്ടില്ലായിരുന്നോ സഹോദര, ഇതൊന്നും മിടുക്കല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കയറുമ്പോ പിന്നെയും പരിശുദ്ധാത്മാവും ഹല്ലേലൂയായും പാട്ടും എല്ലാം, പക്ഷെ അർത്ഥമില്ല. ഐ ഡിസയർ മേഴ്സി നോട്ട് സാക്രിഫൈസ്. ഈ ആരാധനയിൽ വെളിപ്പെടേണ്ടത് യാഗപീഠത്തിൽ വെച്ച ഹൃദയം മനോഭാവത്തിന്റെയും ആകത്തുകയാണ്. യേശുവേ ഞാൻ അങ്ങേ ആരാധിക്കുന്നു എന്ന് പറയുമ്പോ യേശുവിനെ മാതൃകയാക്കിയ ഒരാളിന്റെ അധരങ്ങളിൽ നിന്ന് വരേണ്ടതാണത്. ഗലാത്യലേഖനം 5:14 എന്താ പറയുന്നത്? ന്യായപ്രമാണവും പ്രവാചകരെ ഒന്നും നീക്കാനല്ല വന്നേ. ഗലാത്യലേഖനം 5:14 എന്താ പറയുന്നത്? കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. ഇതാണ് പ്രധാന കാര്യം. സ്കൂളിൽ പോകുമ്പോ 2 പെൻസിലുണ്ട്. അതെങ്ങനെ കോച്ചിങ് കൊടുത്താണ് വിട്ടിരിക്കുന്നത് തന്നെ. പലരും നിന്റെ പെൻസിൽ നോക്കും, ആർക്കും കൊടുത്തേക്കല്ലേ. ഇവിടെ അലമാരിയിൽ അടുത്ത ജനറേഷനോടുള്ള പെൻസിലുണ്ട്, അല്ലെ പെൻസിൽ വാങ്ങിക്കാൻ പൈസ ഉണ്ട്. പക്ഷെ കോച്ച് ചെയ്ത് വിട്ടിരിക്കുന്നത് നിനക്ക് ഈ പെൻസിൽ ഇവിടെ എങ്ങും കിട്ടുന്നതല്ല, ഒറ്റ മനുഷ്യർക്ക് നീ പെൻസിൽ കൊടുത്തേക്കൽ. അവിടെ ചെന്ന് കൊടുക്കണമെന്നുണ്ട്, പക്ഷെ കൊടുത്തു കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്ന മമ്മിയുടെ ശാസനയും. വാസ്തവത്തിൽ ഇത് എന്താ ഇവിടെ പറയുന്നത്? കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ പെൻസിൽ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവനെ കണ്ടാൽ, അവൻ ഇല്ലാതെ വന്നാൽ, അവൻ ഒടിഞ്ഞു പോയാൽ, ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ട് ഇന്നാ പെൻസിൽ അതാണെന്ന് ഇതിന്റെ ആകെ തുക അവിടെ വരണം. യേശുവിലൂടെയുള്ള രക്ഷ പ്രാപിച്ചവർ യേശുവിനെ മാതൃകാ പുരുഷനാക്കണം. യേശു തന്നെത്താൻ ഏൽപ്പിച്ചു തന്നതുപോലെ ക്ലാസ് റൂമിൽ സഹായിക്കാൻ ഫ്രണ്ടിൽ വരേണ്ടത്. അതില്ലാത്ത ഒരനുഭവം, അതാണ് പരീക്ഷന് പറ്റിയത്. സ്നേഹമില്ല, വാത്സല്യമില്ല, കരുണയില്ല. പക്ഷെ ഈ നല്ല പ്രവൃത്തി മാത്രമല്ല, യേശു കർത്താവിലൂടെയുള്ള രക്ഷയാണ്, അതിന്റെ പ്രകടനമാണ് ഈ പ്രവർത്തികളിൽ കാണേണ്ടത്. ഗലാത്യലേഖനം 5:22 എന്താ? 5:22 ഭയങ്കരമാണ്. കാരണം ചിലർക്ക് അത് അതിന്റെ പരാമർശം തന്നെ ആത്മാവിന്റെ ഫലങ്ങൾ എന്നാണ് അവർ പറയുന്നത്. ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയാൻ കാര്യം തന്നെ ഇതാണ്. ഈ 9 തെരഞ്ഞെടുക്കാമല്ലോ, 2 തെരഞ്ഞെടുത്ത് 2 ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ആപ്പിൾ വെച്ചിരിക്കുന്നു, ബനാന വെച്ചിരിക്കുന്നു, അത് വെച്ചിരിക്കുന്നു, ഇത് വെച്ചിരിക്കുന്നു. ഇത് 2 എനിക്കുണ്ട്, പക്ഷെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആത്മാവിന്റെ ഫലങ്ങൾ എന്നാണോ? ആത്മാവിന്റെ ഫലം ഒരാപ്പിളാണ്. ഒരാപ്പിളിന്റെ പല സൈഡാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. ഒറ്റ ഫ്രൂട്ടാണെന്ന്. സ്പിരിറ്റ് വന്നിരിക്കുന്നത് ഈ സ്നേഹവും ദീർഘക്ഷമയും എന്നിൽ ഉണ്ടാക്കാനാണ്. അതില്ലെങ്കിൽ ആ റിലീജിയൻ വർത്ത്ലെസ് ആണ്. ഞാൻ ചോദിക്കട്ടെ, ആ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യപ്പെടും. യാക്കോബ് പറഞ്ഞ എന്താ? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. എന്ത് പ്രവൃത്തിയെ കുറിച്ചാ യാക്കോബ് പറയുന്നത്? യാക്കോബ് പറയുന്ന സ്നാനത്തെ കുറിച്ചല്ല അവിടെ. യാക്കോബ് പറയുന്ന സ്നേഹത്തെ കുറിച്ചാണ്, അവിടെ കരുതലിനെ കുറിച്ചാണ്. ബൈബിൾ വിരൽ ചൂണ്ടുന്നത് സ്നേഹിക്കുന്നവരായി മാറണം. അപ്പോഴാണ് മറ്റുള്ളവർ മനസ്സിലാകും, നിങ്ങൾ എന്റെ ശിഷ്യന്മാരാ. രക്ഷ, വിശ്വാസം കറക്റ്റ് ആണോ എന്ന് എങ്ങനെ അറിയാം? പ്രവൃത്തി. എന്ത് പ്രവൃത്തി? ഈ സ്നേഹം, ഈ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുന്ന. മത്തായി സുവിശേഷം 23:23 വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കാരണം 1-ാമത്തെ ഇതിൽ നിൽക്കുകയാണെങ്കിലും ഒരുപാട് ആയി എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. മത്തായി സുവിശേഷം 23:23 വാക്യം: കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ,
നിങ്ങൾക്ക് ഹാ കഷ്ടം. എന്താ ഈ ഹാ കഷ്ടം? നിങ്ങൾ തുളസി, ചതകുപ്പ്, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും എന്തോ ചെയ്യുന്നില്ല? ന്യായം. എന്തോ ഇല്ല? രണ്ടാമത് കരുണ. എന്താ പ്രധാനം? നിങ്ങൾക്ക് ന്യായമില്ല, കരുണയില്ല, വിശ്വസ്തതയില്ല. ഹോശേയ പ്രവാചകൻ പറഞ്ഞത് ദേശത്ത് എന്തോ ഇല്ലെന്നാ? ദേശത്ത് സത്യമില്ല, ദേശത്ത് വാത്സല്യമില്ല, ദേശത്ത് ദൈവപരിജ്ഞാനമില്ല. പരീശനോട് ഇത് തന്നെയാ പറയുന്നത്. ദശാംശമുണ്ട്, സാലറി കിട്ടുമ്പോ തന്നെ മാറ്റിവെച്ചേര്. പക്ഷേ കരുണയില്ല. ന്യായം, കരുണ, വിശ്വസ്തത. ഇങ്ങനെ ന്യായപ്രമാണത്തിൽ, അടുത്ത വാക്കെന്താ? ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്, വെയിറ്റി മാറ്റേഴ്സ്. സാധാരണ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത് വെയിറ്റി മാറ്റേഴ്സിനല്ല പ്രാധാന്യം. ഡ്രസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാധാന്യമാണോ? പ്രാധാന്യമാണ്. പക്ഷേ ഘനമേറിയ കരുണ, സ്നേഹം, വിശ്വസ്തത, മനസ്സലിവ്, ഇങ്ങനെയുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ അവിടെ വെളിപ്പെടുന്നതാണ് ദൈവരാജ്യം. അതാ ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറയുന്നത് മനുഷ്യർ നോക്കണം, അയ്യോ ഈ ലോകത്തിൽ ഇങ്ങനെ കാണത്തേയില്ല, ഇത്ര നിസ്വാർത്ഥമായ, ഇത്ര സ്നേഹിക്കുന്ന ഒരു കൂട്ടം. ദൈവരാജ്യത്തിൽ അത് കാണാം. രാജാവിന്റെ സ്വഭാവമുള്ളവർ. ഇത് തന്നെയല്ലേ ലേഖനങ്ങളിൽ ഞാൻ തൊട്ടേയില്ല. ലേഖനങ്ങളിൽ, എഫേസ്യ ലേഖനത്തിൽ, കൊലോസിൽ, എല്ലാത്തിന്റെയും കാര്യം ഇതല്ലേ. വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുക. അടുത്ത എന്താ പറയുന്നേ? സ്നേഹിക്കണം, താഴ്മ വേണം, വിനയം വേണം, മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് കരുതണം, പിശാചിന് ഇടം കൊടുക്കരുത്. എന്താ, എവിടെ ഇടം കൊടുക്കുന്നത്? വാക്കിൽ വല്ലം ഒരാളെ പണിയുന്നതിന് പകരം ഇടിക്കുന്നത് പറഞ്ഞാൽ പിശാചിന് ഇടം കൊടുക്കുക. രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന സംസാരമാണത്. പാട്ടിന്റെ വരികൾ ഞാൻ ഓർത്തു പോവുക. അജു, മുമ്പിലോട്ടൊന്ന് വരാമോ? ഈ പാട്ടിന്റെ വരി, സ്നേഹമാം നിന്നെ കണ്ടവൻ. പുതിയ നിയമ വിശ്വാസി ആരെ കണ്ടുകൊണ്ടാ ഇറങ്ങിയത്? സ്നേഹമാം യേശുവിനെ കണ്ട്. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? അങ്ങനെ ജീവിക്കുന്നെങ്കിൽ അത് മുഴങ്ങുന്ന ഒരു കൈത്താളം പോലെ, അത് പ്രയോജനമില്ലാത്തതാ. എന്നിട്ട് അടുത്തത് പറയുന്നത്, ഈ സ്നേഹിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് പാട്ടുകാരൻ പറയുക. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? എന്നിട്ട് പറയുന്നത് ദഹിപ്പിക്കണം. എന്തിനാണ് ഈ അഗ്നി വരേണ്ടത്? എന്നിൽ സ്നേഹിക്കാൻ ഒക്കാത്ത സ്വാർത്ഥതയെ ദഹിപ്പിക്കണം. എന്നെ അശേഷം സ്നേഹം നൽകണം എൻ പ്രഭു. റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഹോളി സ്പിരിറ്റിനാൽ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നു. ഹോളി സ്പിരിറ്റിനാൽ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നെങ്കിൽ ഈ സ്നേഹം വെളിയിലോട്ട് വരും എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ദിവസം തിരിച്ചു ചെല്ലുമ്പോ മാതാപിതാക്കൾക്ക് മനസ്സിലാകട്ടെ, കുഞ്ഞുങ്ങളിൽ ദൈവം സംസാരിച്ചത്, അയ്യോ ഇതുവരെ അവള് സംസാരിച്ച പോലെയല്ല, മാറിയല്ലോ. സ്നേഹം, കരുണ, വിട്ടുകൊടുക്കാനുള്ള മനോഭാവം. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ അന്യോന്യം കരുതുന്നതും സ്നേഹിക്കുന്നതും ക്ഷമിക്കുന്നതും, ഇതാണ് ന്യായപ്രമാണത്തിന്റെയും പ്രവചനത്തിന്റെയും യേശുവിന്റെയും കൽപ്പനകളുടെ ആകത്തുക. യഥാർത്ഥമാണ് വിശ്വാസമെങ്കിൽ ഇതാ വെളി വരേണ്ടത്. രക്ഷിക്കപ്പെട്ടവന്റെ അടയാളം എന്നുള്ളത്, ഇൻഡിക്കേറ്റർ എന്നുള്ളത് ലൈഫ്, ദ ഫ്രൂട്ട്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? എന്നിൽ സ്നേഹം വർദ്ധിപ്പിക്കണമേ എന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ ആർക്കും ദോഷം ചെയ്തിട്ടില്ല എന്നുള്ള സാക്ഷ്യമല്ല, ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല എന്നുള്ള സാക്ഷ്യമല്ല. കർത്താവെ, ഞാൻ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചിട്ടില്ല. യേശുവിന്റെ സ്നേഹം എന്നിൽ വെളിപ്പെടാൻ, ഞാൻ സ്നേഹിക്കുന്നവൻ എന്നറിയപ്പെടുവാൻ, ഞാൻ താമസിക്കുന്ന ദേശത്ത് സ്വാർത്ഥൻ എന്നുള്ള സാക്ഷ്യമല്ല, എല്ലാം പിടിച്ചു വെച്ച് കൂട്ടിവെക്കുന്നവൻ എന്നുള്ള സാക്ഷ്യമെന്നല്ല. ഇവിടെ ഒരു ആവശ്യം ഉണ്ടെങ്കിലും ആദ്യം വരുന്നവൻ, എവിടെ ഒരു സഹായം വേണമെങ്കിലും ആദ്യം ഓടിച്ചെല്ലുന്നവൻ. അതല്ലേ യേശുവിന്റെ ശിഷ്യന്റെ ഘനമേറിയവയുടെ കരുണയുടെ പ്രദർശനം.